ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് SRTF ആയിരുന്നു അല്ലെ? CPU ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ SRTF ആയിരുന്നു, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റൗണ്ട് റോബിൻ അൽഗോരിതമാണ്. ഓഡിയോ വീഡിയോ എവരിത്തിങ് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു എസ് അടിച്ച് ക്ലിയർ ആണോ? ഓഡിയോ വീഡിയോ ഒക്കെ. അപ്പം ഈ റൗണ്ട് റോബിൻ അൽഗോരിതത്തിന്റെ ക്രൈറ്റീരിയ നമുക്കറിയാം, അതൊരു ടൈം ക്വാണ്ടം വെച്ചിട്ടാണ്. അതായത് ഒരു ടൈം യൂണിറ്റ്, ഒരു മില്ലി സെക്കൻഡോ അല്ലെങ്കിൽ 2 മില്ലി സെക്കൻഡോ, അപ്പൊ ആ ടൈം ക്വാണ്ടം വെച്ചിട്ടാണ് അതിന്റെ ക്രൈറ്റീരിയ. അതിനനുസരിച്ചാണ് മാറുന്നത്. അപ്പൊ നമ്മളത് ടൈം ക്വാണ്ടം ആദ്യം തന്നെ പറയണം, എത്ര സമയത്തിനുള്ളിൽ ഇത് സ്വിച്ച് ചെയ്യുന്നുള്ളത് നമ്മൾ പറയണം അല്ലെ? അപ്പൊ ക്രൈറ്റീരിയ ടൈം ക്വാണ്ടമാണ്. മോഡ് പ്രീഎംറ്റീവ് ആണ്. കാരണം എന്താ? പ്രീഎംറ്റീവ് ആയാൽ മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുകയുള്ളൂ, ആ ടൈം ക്വാണ്ടം കഴിയുമ്പം അതിന്റെ പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അതിനെടുത്ത് മാറ്റണ്ടേ? അപ്പൊ അതെന്തായാലും പ്രീഎംറ്റീവ് വേർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ റൗണ്ട് റോബിൻ അല്ലേ? ഓക്കെ. അപ്പം അതിന്റെ ഒരു ബേസിക് അൽഗോരിതം ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. റെഡി സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ റെഡി ക്യൂവിൽ നിന്ന് ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആ സെലക്ട് ചെയ്യപ്പെട്ട പ്രോസസ്സിന്റെ ബേസ്റ്റ് ടൈം. ഇപ്പൊ നമ്മുടെ ടൈം ക്വാണ്ടം 5 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. ബേസ്റ്റ് ടൈം, അതായത് ആ പ്രോസസ്സിന് 2 മില്ലി സെക്കൻഡ് മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടൈം ക്വാണ്ടത്തിനുള്ളിൽ 2 മില്ലി സെക്കൻഡ് കൊണ്ട് തന്നെ അതിന്റെ പണി കഴിഞ്ഞിട്ട് അതിന് പുറത്തിറങ്ങി പോവാം. അതാണ് ഈ വഴി കേട്ടോ, ഈ വഴി. ബേസ്റ്റ് ടൈം ലെസ് ദാൻ ടൈം ക്വാണ്ടം ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ് കംപ്ലീഷൻ ആൻഡ് ടെർമിനേഷൻ. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരും, സാറേ 5 ടൈം ക്വാണ്ടം അല്ലേ നമ്മുടെ, 5 മില്ലി സെക്കൻഡ് ആയിരുന്നില്ലേ നമ്മുടെ ടൈം ക്വാണ്ടം? അപ്പം 2 മില്ലി സെക്കൻഡ് കൊണ്ട് അതിന്റെ പണി കഴിഞ്ഞല്ലോ. അപ്പൊ 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടാണോ അടുത്ത ആൾ വരുന്നത്, അതോ 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടാണോ അടുത്ത ആൾ വരുന്നത് അല്ലെ? അപ്പൊ ഒരാളുടെ പണി നേരത്തെ കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ 2 മില്ലി സെക്കൻഡ് കൊണ്ട് നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2ാമത്തെ മില്ലി സെക്കൻഡിൽ അടുത്ത ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ അടുത്ത പ്രോസസ്സ് അവിടെ വരും. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ബേസ്റ്റ് ടൈം ലെസ് ദാൻ ടൈം ക്വാണ്ടം ആണെങ്കിൽ മൊത്തം എക്സിക്യൂട്ട് ചെയ്യുക, പുറത്തിറങ്ങി പോവുക. ഓക്കെ. ഇനി അതല്ല, വേറെ 2 കേസ് ഉണ്ട്. ബേസ്റ്റ് ടൈം ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ അല്ലെ? അപ്പൊ അതാണ് നമ്മൾ അടുത്ത താഴോട്ടുള്ളത് ഇവിടെ നോക്കുന്നത് കേട്ടോ. നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ കറക്റ്റ് 5 മില്ലി സെക്കൻഡ് ആണ് ടൈം ക്വാണ്ടം. നിങ്ങളുടെ ബേസ്റ്റ് ടൈം, പ്രോസസ്സിന്റെ ബേസ്റ്റ് ടൈം 5 മില്ലി സെക്കൻഡ് ആണെങ്കിൽ കറക്റ്റ് 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിയും, അതിന് പോവാം അല്ലെ? അങ്ങനെയാണെങ്കിൽ അത് ഈ വഴി ചൂസ് ചെയ്യും. എക്സാക്ട്ലി ടൈം ക്വാണ്ടം ബേസ്റ്റ് ടൈം, അവസാനത്തെ ബേസ്റ്റ് ടൈം ഈക്വൽ ആണെങ്കിൽ എക്സിക്യൂട്ട് ഫോർ ടൈം ക്വാണ്ടം. അങ്ങോട്ട് നോക്കുക, ടൈം ക്വാണ്ടം എക്സ്പയർ ആയോ എന്ന് നോക്കുക, ആയി. അങ്ങനെയാണെങ്കിൽ പ്രോസസ് ഫിനിഷ് ആയെന്ന് നോക്കുക, ബേസ്റ്റ് ടൈം കഴിഞ്ഞോ എന്ന് നോക്കുക, ആയി. അങ്ങനെയാണെങ്കിൽ ടെർമിനേഷൻ. ഇനി അതല്ല, നിങ്ങളുടെ ബേസ്റ്റ് ടൈം ഒരു 7 മില്ലി സെക്കൻഡ് ആയിരുന്നു, ടൈം ക്വാണ്ടം 5 മില്ലി സെക്കൻഡ് ആയിരുന്നു. ഓക്കെ. അപ്പം എന്തായാലും ആദ്യത്തെ ഈ ലൈൻ കൂടെ പോവില്ല, അപ്പൊ ഈക്വൽ ടു അല്ല അല്ലെ? അപ്പൊ അതായത് ഈ ടൈം ക്വാണ്ടം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് കുറച്ച് ബേസ്റ്റ് ടൈം ബാക്കിയുണ്ട്, ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ വീണ്ടും എതിലോട്ട് പോകും? വീണ്ടും റെഡി സ്റ്റേറ്റിൽ റെഡി ക്യൂവിലോട്ട് പോകും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചേ. ഈ 3 കേസ്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ 3 കേസും ക്ലിയർ ആണെങ്കിൽ ഒന്ന് എസ് പറഞ്ഞേ. എസ് അടിക്കണ്ട, വൈ എന്ന് അടിച്ചാൽ മതി കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫൈൻ. അപ്പൊ എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പ്രോബ്ലം എടുക്കാം. എല്ലാത്തിന്റെ ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ. സോ റൗണ്ട് റോബിൻ. ടൈം ക്വാണ്ടം ഈസ് ഈക്വൽ ടു 2. ഓക്കെ, 2. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോസസ് ഐ ഡി തന്നിട്ടുണ്ട്, അറൈവൽ ടൈം തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, കംപ്ലീഷൻ ടൈം തന്നിട്ടുണ്ട്. കംപ്ലീഷൻ ടൈം നമ്മൾ കണ്ടുപിടിക്കണം, ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കണം. നിങ്ങളിപ്പം ജോയിൻ ചെയ്തതാണോ? ആതിര, സോമൻ, ഗത, മനു ഒക്കെ ഇപ്പൊ ജോയിൻ ചെയ്തതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ? ഞാൻ ഒന്നിട്ട് പറയാം കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയാം. ടേൺ അറൗണ്ട് ടൈം, വേസ്റ്റ് ടൈം. ഓക്കെ. അപ്പൊ ഇവിടെ റൗണ്ട് റോബിൻ ടൈം ക്വാണ്ടം 2 ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഒരു ഹലോ പറഞ്ഞ് എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ, അതോ ഇനി ഇത് സ്പീക്കർ ഓഫ് ആണോ? ഓക്കെ, ഫൈൻ, കേൾക്കാൻ പറ്റുന്നു. സോ പ്രോസസ് ഐ ഡി, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം,
കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ എഴുതാം. 1, 2, 3, 4, 5, 6. Arrival time 0, 1, 2, 3, 4, 6. Burst time 4, 5, 2, 1, 6, 3. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഫൈൻ. അപ്പൊ നമുക്ക് ഞാൻ ഇത് റെപ്പിറ്റീഷൻ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടെ പറയാം കേട്ടോ, കുഴപ്പമില്ല. ആ അൽഗോരിതം അതൊന്നും ഇല്ല, ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോ പറയാം, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? നമ്മുടെ അല്ല, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാമോ? തന്നെ ഒന്ന് ട്രൈ ചെയ്യൂ. ഒരു 2 മിനിറ്റ് ഞാൻ തരാം, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ കംപ്ലീഷൻ ടൈം മാത്രം ഒന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കി. മീൻ വൈൽ ലേറ്റ് ആയിട്ട് വന്നവരും ഒന്നുകൂടെ മനസ്സിലാക്കാനുള്ളവരും നോക്കട്ടെ. അറിയുന്നവർ ചെയ്തു തുടങ്ങിക്കോ. ഒരു 2 മിനിറ്റ് ഞാൻ തരാം. അതിന്റെ കംപ്ലീഷൻ ടൈം ഒന്ന് ടൈപ്പ് ചെയ്തു. ലേറ്റ് ആയിട്ട് വന്നവർ അല്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കേണ്ടവർ നോക്കിക്കോ. കുറെ പ്രോസസ്സുകൾ ഇവിടെ ഉണ്ടാവും അല്ലെ? പ്രോസസ് P1, പ്രോസസ് P2, പ്രോസസ് P3, ഇതെല്ലാം റെഡി ക്യൂലാണ് ഉള്ളത് അല്ലെ? റെഡി ക്യൂലുള്ള അത് ക്യൂ ആണ് കേട്ടോ, ക്യൂ ആണ്. റെഡി ക്യൂവിൽ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കും? ഓരോരുത്തരെ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കും അല്ലെ? ടൈം ക്വാണ്ടം ഉണ്ടാവും. അതായത് ഒരു പ്രോസസ്സിന് എത്ര സമയം കൊടുക്കണമെന്നുള്ളതാണ് ഈ ടൈം ക്വാണ്ടം. അപ്പൊ ടൈം ക്വാണ്ടം 5 മില്ലി സെക്കൻഡ് ആണെങ്കിൽ നിങ്ങളുടെ 5 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോസസ്സിനെ എടുത്ത് മാറ്റും അല്ലെ? പിന്നെ നമുക്ക് 2 മില്ലി സെക്കൻഡും കൂടെ വേറെ ബാക്കിയുണ്ട്. ഓക്കെ, ഇനി ചില സമയത്ത് നമ്മുടെ ബേസ്റ്റ് ടൈം എന്താവും? ഈ ടൈം ക്വാണ്ടത്തെക്കാളും ചെറുതായി പോകും അല്ലെ? 3 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ആ 3 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ പണി കഴിഞ്ഞില്ലേ? അപ്പൊ ആ 3 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അടുത്ത ആളെ നമ്മൾ CPU അസൈൻ ചെയ്യും. ഇനി അതല്ല, ഇനി എക്സാക്ട്ലി സെയിം ആണെങ്കിലോ, നിങ്ങളുടെ ബേസ്റ്റ് ടൈം 5 മില്ലി സെക്കൻഡും ടൈം ക്വാണ്ടവും 5 മില്ലി സെക്കൻഡ് ആണെങ്കിൽ പണി കഴിഞ്ഞ് തിരിച്ചു പോകും അല്ലെ? ഇനി കൂടുതലാണെങ്കിൽ 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും റെഡി ക്യൂയിലേക്ക് പോകും. ക്ലിയർ ആണോ? മനു, ഗദ മനു ആൻഡ് ആതിര സോമൻ, ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, കുറച്ചും കൂടെ ക്ലിയർ ആവും. പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആവുള്ളൂ, കുറച്ചും കൂടെ കേട്ടോ. ഞാൻ ഇപ്പൊ പറയുമ്പോൾ നമ്മൾ അതാണെങ്കിൽ കുറച്ച് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു 60% മനസ്സിലായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. എന്നിട്ട് അതിന്റെ ആ കംപ്ലീഷൻ ടൈം ഒക്കെ ഒന്ന് പറഞ്ഞേ. കംപ്ലീഷൻ ടൈം ഒന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും. ദിവ്യ പറയുന്നു 13, 19, 6, 7, 21, 18. ഓക്കെ, ദിവ്യ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. 13, 19, 6, 7, 21, 18. രണ്ടുപേരും അടുത്തടുത്താണോ ഇരിക്കുന്നത്? ദിവ്യയും ശ്രീലയും ഒരുമിച്ചാണോ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ദിവ്യ ടീച്ചറാണോ? എവിടെ പഠിപ്പിക്കുന്നേ? ട്രിവാൻഡ്രത്ത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടീച്ചർ ആണല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഡാറ്റ സെറ്റർ ആണ്. ഓക്കെ, ഫൈൻ. വേറെ ബാക്കിയുള്ളവര്? ടേൺ അറൗണ്ട് ടൈം അല്ല, എനിക്ക് കംപ്ലീഷൻ ടൈമാണ് വേണ്ടത് കേട്ടോ. ടേൺ അറൗണ്ട് ടൈം ഇപ്പൊ ഒന്നും അടിക്കണ്ട. നമുക്ക് കംപ്ലീഷൻ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ അൽഗോരിതത്തിന്റെ ടേൺ അറൗണ്ട് ടൈം ഇപ്പൊ അത് കൺഫ്യൂസ് ചെയ്യണ്ട. ഞാൻ പറയുന്നത് അടിച്ചാൽ മതി കേട്ടോ. ടേൺ അറൗണ്ട് ടൈം, കംപ്ലീഷൻ ടൈം മാത്രം അടിച്ചു വെച്ചോടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ കംപ്ലീഷൻ ടൈം പല പല ആൻസറുകൾ വരട്ടെ, എന്നാലേ അതിന്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. 13, 19, 6, 7, 21, 18. ഓക്കെ, അടുത്ത് വരട്ടെ. വരണ്ടോ? കീർത്തി വാര്യർ 13, 19, 6, 7, 21, 18. ഓക്കെ,
ഓക്കെ, 13:19 കംപ്ലീഷൻ ടൈം ആണല്ലോ എല്ലാവരും ടൈപ്പ് ചെയ്യുന്നത് അല്ലേ? എല്ലാവരും ഒരേ പാറ്റേണിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? ഞാൻ ചെയ്യട്ടെ? ജ്യോത്സ്ന പ്രവീൺ 13-19-6-7-21-18. ഓക്കെ, ഇനി എല്ലാവരും പേന താഴെ വെച്ചോ. പേന താഴെ വെച്ചോ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു അൽഗോരിതമാണിത് അല്ലേ? കാരണം പ്രോപ്പർ ആയിട്ട് നമുക്ക് ആരും പറഞ്ഞു തരാത്തതുകൊണ്ട് അത് ഒന്ന് എല്ലാവരും പേന താഴെ വെച്ചേ. വെച്ചോ? അഷിത കൃഷ്ണ 8-18-6-9-21-19. അഷിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടീച്ചറാണോ? അല്ല, DS എടുക്കാറ്. DS ആണ് എടുക്കാറ്. ഓക്കെ, അഷിതയുടെ ആൻസർ മാത്രമാണ് ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ഇതേ ആൻസർ കിട്ടിയോ? 8-18-6-9-21-19. ഇല്ലെങ്കിൽ എല്ലാവരും പേന താഴെ വെച്ചു, നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പേന താഴെ വെച്ചു എല്ലാവരും. ഇനി ആരും ഒന്നും ചെയ്യണ്ട കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് ഔട്ട് ആവും. ഞാൻ ഒറ്റ പ്രോബ്ലം പറയുള്ളൂ, മിസ് ഔട്ട് ആവും. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ ഇവിടെ നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂ വേണം. കാരണം ഇത് ക്യൂവിൽ നിന്നാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ റൗണ്ട് റോബിൻ അൽഗോരിതം അല്ലെ, റെഡി ക്യൂ ആണ് അവിടെ ഉദ്ദേശിക്കുന്ന റെഡി ക്യൂ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ക്യൂ വേണം. സോ ഞാൻ ആ ക്യൂ വരയ്ക്കുക. ക്യൂവില് ക്യൂ വരച്ചു കേട്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഗ്യാൻ ചാർട്ട് വരയ്ക്കണം. ഓക്കെ, ഗ്യാൻ ചാർട്ട് വരയ്ക്കണം. ഓക്കെ, ഗ്യാൻ ചാർട്ട് നമുക്കറിയാം, ഇത് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഓക്കെ, എല്ലാം കുഴപ്പം. ഓക്കെ, ഇനി നമ്മളൊരു കഥ പറയാൻ പോവാ. കാരണം ആ കഥ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അൽഗോരിതം മറക്കില്ല. ഓക്കെ, നമ്മൾ നോർമലി ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ അവിടെ കുറെ അധികം ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ, ചെയറൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പം അവിടെ എങ്ങനെയാണ് ഏകദേശം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു കഥ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ആ ബ്യൂട്ടി പാർലറിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ആരും ഇല്ല എന്ന് വിചാരിക്കും. ആദ്യം ആരുമില്ല. അവിടുത്തെ ബ്യൂട്ടി പാർലറിലെ ചേച്ചി ഈ ഒരു സമയം വെച്ചിട്ടാണ്, അതായത് ഒരു 15 മിനിറ്റ് ഒരാളെ സർവീസ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ്. അങ്ങനെയല്ല, ആക്ച്വൽ സിനാരിയിൽ അങ്ങനെയല്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫുൾ കൊടുത്തിട്ട് അടുത്ത ആൾ വിടുള്ളൂ. പക്ഷെ നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നമ്മുടെ ഒരു വെർച്വൽ ബ്യൂട്ടി പാർലറിൽ അവിടുത്തെ ചേച്ചി അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമേ സർവീസ് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അരമണിക്കൂർ സർവീസ് ചെയ്യുമെന്ന് വിചാരിക്കുക. റൗണ്ട് ആയിട്ട് എടുക്കാം, അരമണിക്കൂർ സർവീസ് ചെയ്യും. അപ്പൊ ചില ആൾക്കാർക്ക് 1.5 മണിക്കൂറിന്റെ ബ്യൂട്ടീഷ്യൻ നടത്തണമായിരിക്കും, ചില ആൾക്കാർക്ക് 5 മണിക്കൂറിന്റെ നടത്തണമായിരിക്കും അല്ലെ. അപ്പൊ 5 മണിക്കൂറിന്റെ ഒക്കെ നടത്തണമെങ്കിൽ ഒറ്റയടിക്ക് 5 മണിക്കൂർ നടത്തത്തില്ല, റൗണ്ട് റോബിൻ വെച്ചിട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ആദ്യം അപ്പോൾ അവിടെ കുറെ കസേരകൾ ഉണ്ടാവും. അപ്പം വരുന്ന ആൾക്കാരൊക്കെ, അപ്പം ഈ സർവീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം വന്നിട്ട് കസേരയിൽ ഇരിക്കണം. കസേര എന്ന് പറയുന്നത് ഒരു 5 കസേര അവിടെ ഇട്ടിട്ടുണ്ട്. അത് ക്യൂവിന്റെ ഓർഡറിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കസേര ആദ്യം, അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് നമ്പർ ഇട്ടിട്ടുണ്ട്, 1 2 3 4. അപ്പൊ ക്യൂവിന്റെ ഓർഡറിലാണ് കിടക്കുന്നത് 5 കസേരകൾ. അപ്പം ആദ്യം വരുന്ന ആള് വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ആള് കസേരയിൽ പോയിരിക്കും. ആ കസേരയിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ ആ ക്യൂവിൽ നിന്ന് മാത്രമേ നമ്മൾ റൗണ്ട് റോബിൻ ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, റെഡി ക്യൂവിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റൗണ്ട് റോബിൻ ചെയ്യാനായിട്ട് എടുക്കുന്ന പോലെ നമ്മളിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന 5 കസേരയിലെ ആദ്യത്തെ ഇരിക്കുന്ന ആള് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, സർവീസ് ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാൾ ആദ്യം വരുന്നു. അയാൾക്ക് 15 മിനിറ്റിന്റെ വർക്കേ ഉള്ളായിരുന്നു, ജസ്റ്റ് ത്രെഡിങ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ വിചാരിക്കുക. അപ്പം 15 മിനിറ്റിന്റെ വർക്ക് കഴിഞ്ഞു. അരമണിക്കൂറാണ് ടൈം ക്വാണ്ടം കൊടുത്തേക്കുന്നത്, 15 മിനിറ്റിന്റെ വർക്കേ ഉള്ളൂ. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞ് ചേച്ചി പോയി. ഓക്കെ ആണല്ലോ. അപ്പം വേറൊരാൾ വരുന്നു. അയാൾക്ക് ഇപ്പൊ ഈ ഒറ്റ ആൾ 15 മിനിറ്റ് ഒന്നും പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരുന്നു. അയാൾക്ക് ഒരു 2 മണിക്കൂറിന്റെ വർക്കുണ്ട്. ഓക്കെ,
അപ്പൊ അയാൾ വന്ന് വീണ്ടും ഫസ്റ്റിലിരുന്നു. ഓക്കെ, കാരണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അയാൾ വന്ന് ഫസ്റ്റ് സീറ്റിലിരുന്നു. ഇനി അയാളെ സർവീസിന് വിളിച്ചു, കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് ആണല്ലോ. അയാളെ സർവീസിന് വിളിച്ചു. അപ്പൊ അയാളെ നമ്മൾ അരമണിക്കൂർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറെ ആൾക്കാർ വന്നു എന്ന് വിചാരിക്കും, ഒരു രണ്ടുപേരും കൂടെ വന്നു എന്ന് വിചാരിക്കും. ആ അരമണിക്കൂറിനുള്ളിൽ, അതായത് ആദ്യത്തെ അയാൾക്ക് അസൈൻ ചെയ്ത ടൈം ക്വാണ്ടത്തിനുള്ളിൽ 2 ആൾക്കാരും കൂടി വന്നു. ഓക്കെ, ഏതെങ്കിലും വേരിയസ് പർപ്പസിനായിട്ട്. അപ്പൊ വരുന്ന ആൾക്കാരെ ആദ്യം ആ വരുന്ന ഓർഡറിൽ അവരെ ക്യൂവിലോട്ട് കയറിക്കോണം. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അരമണിക്കൂറാണ് ഇവന് കൊടുത്തേക്കുന്ന സമയം. അപ്പം ആ അരമണിക്കൂറിനുള്ളിൽ ആര് വന്നാലും അവരൊക്കെ ക്യൂവിലോട്ട് കയറിക്കോണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇന്നത്തെ ഡിസിഷൻ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഒരാളെ വിളിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ടൈം ക്വാണ്ടത്തിന്റെക്കാളും ചെറുതാണെങ്കിൽ ആ ടൈം ക്വാണ്ടത്തിന്റെ അത്രയും 15 മിനിറ്റ് വർക്കാണെങ്കിൽ 15 മിനിറ്റ് വരെ കഴിഞ്ഞു അവൻ ഇറങ്ങിപ്പോകും. ഓക്കെ, ഇനി അരമണിക്കൂർ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ആ അരമണിക്കൂർ മാത്രമേ ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ അരമണിക്കൂർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നാൽ അവരെല്ലാം നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുത്തിട്ട് കസേരയിൽ ഇരുത്തും. വന്ന ഓർഡറിൽ കയറ്റി കസേരയിൽ ഇരുത്തും. ഓക്കെ, അപ്പം അരമണിക്കൂർ കഴിഞ്ഞു. അതായത് ഇവന് 2 മണിക്കൂറായിരുന്നു വർക്ക് കൊണ്ടത്, പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ നമുക്ക് മാറ്റണം. അപ്പൊ ഇയാളെ എടുക്കും. ആരെ? ഈ 2 മണിക്കൂർ വർക്കുള്ള ആളെ കസേരയിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യും? നമ്മള് ഇതുവരെ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എവിടെ എഴുതി? നമ്മൾ കസേരയിൽ ഇരുത്തിയായിരുന്നു അല്ലെ? അതിന്റെ ഏറ്റവും ബാക്കിൽ കൊണ്ടിരുത്തും. ക്ലിയർ ആണല്ലോ? അതായത് ഈ അരമണിക്കൂർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടയിൽ വന്നവരെയൊക്കെ നമ്മൾ സീറ്റിൽ ആദ്യം കയറ്റിയിരുത്തി. അതിനുശേഷം മാത്രമേ ഇപ്പൊ സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ അവസാനത്തെ കസേരയിലോട്ട്, ഇപ്പം ബാക്കിയുള്ള കസേരയിൽ അവസാനത്തെ കസേരയിൽ ഇരുത്തും. ഓക്കെ ആണല്ലോ? ഇനി ആരെ ഞാൻ സർവീസിന് വിളിക്കുന്നേ? ആ കസേരകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ കസേരയിൽ ഇരിക്കുന്ന ആളെ മാത്രമാണ് ഞാൻ സർവീസിന് വിളിക്കുന്നത്. ഇതാണ് ഐഡിയ. ഓക്കെ, ഇനി നിങ്ങൾ മറക്കത്തില്ല, ഈ കഥ ഓർത്താൽ മതി. ഇതാണ് ഞാൻ അതേ ഐഡിയ വെച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോവാ കേട്ടോ. നോക്കൂ, അപ്പം ഇവിടെ നമുക്ക് അറൈവൽ ടൈം സീറോയില് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചോ. നിങ്ങളിപ്പോ ചെയ്യണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അറൈവൽ ടൈം സീറോയില് കോമ്പറ്റീഷൻ ഇല്ല. ബ്യൂട്ടി പാർലർ ആണ്. ഇതാണ് നമ്മുടെ ചെയേഴ്സ്. ഓക്കെ, ചെയേഴ്സ് ആണ് നമ്മുടെ ക്യൂ. ഇത് ഒന്നാമത്തെ ചെയർ, രണ്ടാമത്തെ ചെയർ, ഈ ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് സർവീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ട് നമ്മൾ പുറത്തുനിന്ന് വിളിക്കത്തില്ല, ക്യൂവിലുണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ. അപ്പൊ ആദ്യം അയാൾ എന്ത് ചെയ്യണം? വരുന്ന ആള്, അതായത് അറൈവൽ ടൈം സീറോയിൽ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അതായത് PID 1, P1, P2, P3, P4, P5, P6. സോ P1 അറൈവൽ ടൈം സീറോയിൽ വന്നു. P1 എന്ത് ചെയ്തു? P1 ഇവിടെ ഇരിക്കുക. P1 അവിടെ ഇരിക്കുക. ഓക്കെ, അറൈവൽ ടൈം സീറോ, വേറെ ആരും ഇല്ല. അപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കണം അല്ലെ? ഡിസിഷൻ എടുക്കണം. അപ്പം വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അയാളുടെ ടൈം ക്വാണ്ടം നോക്കും. എത്ര ടൈം ക്വാണ്ടം 2 ആണ് കേട്ടോ. ടൈം ക്വാണ്ടം എല്ലാവർക്കും സെയിം ആണ്. ടൈം ക്വാണ്ടം 2 ആണ്. അയാളുടെ ബേസ് ടൈം നോക്കും. അയാൾക്ക് 4 മണിക്കൂർ വർക്കുണ്ട്. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂർ വീതിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അയാളെ മാറ്റും. ഓക്കെ, അയാൾക്ക് 4 മണിക്കൂർ വർക്കുണ്ട്. അപ്പം എന്തായാലും 2 മണിക്കൂർ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ 2 മണിക്കൂർ എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. 2 മണിക്കൂറിനേക്കാളും കുറവല്ലല്ലോ അയാളുടെ ബേസ് ടൈം. ഓക്കെ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ 2 മണിക്കൂർ ഞാൻ കൊടുത്താൽ ഇയാൾ എന്തായി മാറും? ഇത് 2 ആയി മാറില്ലേ? 2 മണിക്കൂർ ഞാൻ അയാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 മാറും, ഇപ്പൊ 2 ആവുമല്ലോ. അതിന്റെ ഇടയിൽ വേറെ ആരും കയറി വരില്ല, കാരണം ടൈം ക്വാണ്ടം 2 ആയ സ്ഥിതിക്ക് വേറെ ആർക്കും ഇന്ററപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെയാണ്. അപ്പം അത് 2 ആയി. പക്ഷേ ഇവിടെ വേറെ പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കേസ്. അതായത് വരുന്ന നമ്മൾ കസേരയിൽ നിന്ന് ഒരാളെ നമ്മൾ സർവീസ് ചെയ്യാൻ എടുക്കുന്നു. അതാണ് നമ്മുടെ 3 സ്റ്റെപ്പായിട്ട് ഞാൻ ഇന്ന് തിരിക്കുന്നത്. കസേരയിൽ നിന്ന് നമ്മൾ ഒരാളെ സർവീസ് ചെയ്യാനും വിളിക്കുന്നു. ഓക്കെ, അപ്പം 0 മുതൽ 2 ടൈം യൂണിറ്റ് ഇയാൾ വരുന്നു. സോ P1 നമുക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അങ്ങനെ P1 പ്രോസസർ കൊടുത്താൽ 2 ടൈം യൂണിറ്റ് ബേസ്റ്റ് ടൈമിൽ നിന്ന് കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇനി ബാക്കിയുള്ളത് 2 ടൈം യൂണിറ്റ് ആണെന്ന് എഴുതി വെച്ചത്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഒന്ന് വെച്ചടിച്ച് എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഞാൻ ഈ 2 മണിക്കൂർ ഇവന് സർവീസ് കൊടുക്കാൻ പോയപ്പോൾ കുറെ ആൾക്കാർ എന്റെ കടയിലോട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് ടൈപ്പ് ചെയ്യാവോ?
ആ ഒന്നാമത്തെ മണിക്കൂറിൽ P2 വന്നു, രണ്ടാമത്തെ മണിക്കൂറിൽ P3യും വന്നു അല്ലെ. P2ഉം P3 ഇപ്പൊ വന്നിട്ട് അപ്പൊ ഇയാൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സർവീസ് കൊടുക്കുന്നതിന്റെ ഇടയിൽ P2ഉം P3യും വന്നു അല്ലെ. അപ്പൊ P2ഉം P3യും വന്ന സ്ഥിതിക്ക് അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സോ ഇവിടെ എന്ത് വരണം? ഇവിടെ നമ്മള് സെക്കൻഡ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? P2 P3 വന്നവരെ നമ്മൾ അവിടെ എഴുതി വെച്ചു. ഓക്കെ, വന്നവരെ നമ്മൾ കസേരയിൽ ഇരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓർഡർ മാറിപ്പോരുത്. വരുന്നവർക്ക് ആദിത്യ മര്യാദ കൊടുത്ത് അവരെ ആനയിച്ച് കസേരയിൽ ഇരുത്തുക. ഓക്കെ, ഇനിയാണ് അടുത്ത ഡിസിഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അസൈൻ ചെയ്യുന്നു, ഇനി ഇടയ്ക്ക് വരുന്നവരെ നമ്മൾ കസേരയിൽ ഇരുത്തുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു, ഇനി അടുത്ത ഡിസിഷൻ മേക്കിങ്ങിനുള്ള സമയമായി അല്ലെ. അപ്പൊ നമ്മൾ നോക്കും, ഇയാള് ഇപ്പൊ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടീഷ്യൻ വർക്ക് കഴിഞ്ഞോ ഇല്ലയോ. P1ന്റെ വർക്ക് 4 മണിക്കൂറത്തേക്കായിരുന്നു, പക്ഷെ 2 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. ആ 2 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് P1നെ ഈ ക്യൂവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? P1നെ ആ ക്യൂവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ക്യൂവിന്റെ പുറകിൽ എഴുതും. അത് അവസാനത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരാളുടെ വർക്ക് കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു അവിടെ ഒരു വ്യത്യാസം നടക്കാമായിരുന്നു. എന്താ? P1 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ P1ന്റെ പണി കഴിഞ്ഞു. P1ന്റെ പണി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ, പുറകിൽ എഴുതത്തില്ല. പണി കഴിഞ്ഞില്ലെങ്കിൽ കട്ട് ചെയ്ത് പുറകിൽ എഴുതും. ഓക്കെ, പണി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയും. ക്ലിയർ ആണെങ്കിൽ ശ്രദ്ധിച്ചേ എല്ലാവരും. വെരി ഗുഡ്, മനസ്സിലായി. അപ്പൊ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി പോയി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര പേര് ഇപ്പോൾ ഇവിടെ എത്തി? P1 P2 P3 3 പേരെത്തി. 3 പേർക്ക് നമ്മൾ ക്യൂവിലുണ്ട്, കാരണം 3 പേരുടെ പണി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ആള് എടുക്കാൻ ആരെ എടുക്കണമെന്നൊന്നും നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി ടെൻഷൻ അടിച്ചിട്ടാണ് ഈ അൽഗോരിതം ഇങ്ങനെ 3 സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് എല്ലാത്തിനും റെഡിയാക്കി ഇരുത്തിയേക്കുക. ഇനി ആരെ വിളിക്കണം എന്നുള്ളത് ബ്ലൈൻഡ് നമുക്ക് എടുക്കാം. ആരെയാ വിളിക്കണ്ടേ? കസേരയിൽ നിന്ന് ആരെയാ വിളിക്കണ്ടേ? P2. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് അല്ലേ? P2നെ വിളിക്കുന്നു. അപ്പൊ P2നെ നോക്കുക, P2ന്റെ ഒരു ആ ബേസ് ടൈം ഒക്കെ ഒന്ന് നോക്കുക. P2ന്റെ ബേസ് ടൈം ക്വാണ്ടത്തെക്കാളും കുറവാണെങ്കിൽ ആ കുറഞ്ഞ സമയം വരെ ചെയ്താൽ മതി. കുറവല്ലാത്തത് കൊണ്ട് നമുക്ക് ആ 2 ടൈം ക്വാണ്ടം കൊടുക്കാം. അങ്ങനെ 2 ടൈം ക്വാണ്ടം കൊടുത്താൽ ഇത് എന്തായി മാറും? 3 ആയി മാറും അല്ലെ. അപ്പൊ ഞാൻ 2 ടൈം ക്വാണ്ടം കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് ഇവിടുന്ന് ഇവിടം വരെ P2, ഇത് എത്രയാ? 4 അല്ലെ. 4 ആയി. ഇനി ഓൾറെഡി P1ഉം P2ഉം P3 എത്തിയായിരുന്നു. ഇപ്പൊ ഞാൻ 2 മണിക്കൂറും കൂടെ P2ന് സർവീസ് ചെയ്യാൻ ബോധ്യപ്പെടുത്തി കുറച്ച് ആൾക്കാരും കൂടെ കടയിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാ വന്നിരിക്കുന്നത്? 3ാമത്തെ മണിക്കൂറിൽ P4 വന്നു, 4ാമത്തെ മണിക്കൂറിൽ P5 വന്നു അല്ലെ. അപ്പൊ അവരെ നമ്മൾ ഇരുത്തണ്ടേ? P4 P5. അപ്പൊ അവര് എന്ത് ചെയ്യാ? P4 P5നെ കസേരയിൽ ഇരുത്തി. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇനി പണി തീർന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കഴിഞ്ഞില്ലെങ്കിൽ അവനെ പുറകിൽ ഇരുത്തുക, കഴിഞ്ഞെങ്കിൽ അവനെ പറഞ്ഞു വിടുക, പൈസ മേടിക്കുക, പറഞ്ഞു വിടുക. ഓക്കെ, അപ്പം P4ഉം P5ഉം കൂടെ ക്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇനി P2ന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. P2ന്റെ പണി കഴിഞ്ഞു, P2 5 കുറഞ്ഞ് 3 ആയിട്ടേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനെ കട്ട് ചെയ്തിട്ട് പുറകിൽ കൊണ്ട് എഴുതണം. പണി കഴിഞ്ഞാൽ വെറുതെ കട്ട് ചെയ്ത് കളയുക. P2നെ പുറകിൽ കൊണ്ട് എഴുതി. ഓക്കെ, ഫൈൻ. ഇപ്പൊ 4ാമത്തെ ടൈം യൂണിറ്റ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പ്രശ്നമില്ല. ക്യൂവിന്റെ ഫ്രണ്ട് നാളെ എടുക്കും. ആരെ എടുക്കണ്ടേ? ഇനി ആരെ എടുക്കണ്ടേ? P3 അല്ലെ. സോ P3 എടുക്കും. P3നെ നോക്കുക. P3ക്ക് എത്ര ടൈം യൂണിറ്റ് വേണം നോക്കിക്കേ. P3ക്ക് എത്ര ടൈം യൂണിറ്റ് വേണം? 2 ടൈം യൂണിറ്റ് മതി. അത് തന്നെയല്ലേ നമ്മുടെ ടൈം കൗണ്ടും. ഓക്കെ, അപ്പൊ എക്സാക്ട്ലി ടൈം കൗണ്ടത്തിൽ അവന്റെ പണി കഴിയും. അങ്ങനെയാണെങ്കിൽ അവൻ 0 ആയി പോവില്ലേ? അവൻ 0 ആയി പോകും. അപ്പൊ ഇവിടെ P2 6 വരെ എത്തുമ്പോഴത്തേക്ക് P3 അല്ലെ, P3 6 വരെ എത്തുമ്പോഴത്തേക്ക് P3യുടെ പണി കഴിഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി പുറകിൽ കൊണ്ടുവരുന്ന 3ാമത്തെ സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ് എന്താ? 2ാമത്തെ സ്റ്റെപ്പ് ഇതിന്റെ ഇടയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? 4ാമത്തെ മണിക്കൂർ വരെ ഉള്ള ആൾക്കാരെ നമ്മൾ ഇരുത്തിയിട്ടുണ്ട് അല്ലെ. P6 വരുന്നു. P6 എത്രാമത്തെ മണിക്കൂറിലാണ് വന്നേ? 6ാമത്തെ മണിക്കൂറിൽ P6 വന്നു. അപ്പൊ P6നെ അവിടെ ഇരുത്തണ്ടേ? P6നെ കസേരയിൽ ഇരുത്തുക. P6നെ കസേരയിൽ ഇരുത്തി കഴിഞ്ഞ് വരുന്നവരെല്ലാവരും ഇരുത്തി കഴിഞ്ഞ ശേഷം മാത്രം P3യുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക. P3 കട്ട് ചെയ്ത് കളയണോ അതോ പുറകെ കൊണ്ട് എഴുതണോ? P3യെ കട്ട് ചെയ്ത് കളയണോ? കട്ട്. അതെ, P3ക്ക് ബാക്കി P3 0 ആയി പോകും. ഇവിടെ 0 ആയി പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. 0 അല്ലെങ്കിൽ പുറകെ കൊണ്ട് എഴുതണം കേട്ടോ. അപ്പൊ P3യെ കട്ട് ചെയ്ത് കളയാം.
ഇനി നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇനി കട്ടിങ്ങും ഒന്നുകിൽ കട്ടിങ് കളയാ ഒന്ന് പുറകെ, കാരണം ഇനി ഇടയിൽ ഇനി വരാൻ ആരില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ കുറഞ്ഞു. കാരണം എന്താ, നേരത്തെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ കടയിലേക്ക് ആള് വരുന്നുണ്ടായിരുന്നു. ഇനി അങ്ങനെയൊന്നുമില്ല, വന്ന ആൾക്കാരെ മാത്രം സർവീസ് ചെയ്താൽ മതി. കാരണം P1 മുതൽ P6 വരെയുള്ള എല്ലാ ആൾക്കാരും കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഓർഡറിനനുസരിച്ച് ടൈം കോണ്ടം കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തീർന്നില്ലെങ്കിൽ പുറകെ കൊണ്ട് എഴുതുക, തീർന്ന പറഞ്ഞിടുക. അത്രയും ബേസ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അതിന്റെ ടെൻഷൻ കുറവാ. ഇനി അപ്പൊ എല്ലാവരും എത്തി. ഇനി P1 വരുന്നു. P1 എത്ര സമയം വേണം? P1 2 ടൈം യൂണിറ്റ് ആണ് വേണ്ടത്. ആ 2 ടൈം യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകില്ലേ? ഓക്കെ. അപ്പം P1 8 ആയി. ഇനി ആരും വരാനൊന്നുമില്ല അല്ലെ? അപ്പൊ P1 കട്ട് ചെയ്ത് കളയുമോ പറയുന്നുണ്ട് എഴുതണം? P1 0 ആയില്ലേ? കട്ട് അല്ലെ? ഓക്കെ, P1 കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത P4 വരുന്നു. P4 എത്ര സമയം വേണം? ഒരു ടൈം. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് P4 ഒരു ടൈം യൂണിറ്റ് മതി. പക്ഷെ നമ്മുടെ ടൈം കൊണ്ട് എത്രയാ? 2 ടൈം യൂണിറ്റാ. അതിന്റെ അർത്ഥം 2 കൊടുക്കണമെന്നില്ല. അവൻ ഒന്ന് മതിയല്ലോ, ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, 1 കൊടുത്ത് 0 ആക്കുക. അപ്പൊ ഇവിടെ എന്താ? 9. ഇത് P4. അവനെ കട്ട് ചെയ്ത് പുറകെ കട്ട് ചെയ്ത് കളയണം. P4 കട്ട് അല്ലെ? P4 കട്ട്. ഇനി P5ക്ക് 6 ആണ്. ടൈം ക്വാണ്ടം 2 കൊടുത്താൽ 4 ആയി മാറും അല്ലെ? സോ P5 അല്ലെ? P5 അല്ലെ? P5 ടൈം ക്വാണ്ടം 4, ബേഴ്സ് ടൈം 6 ആണ്. 2 ടൈം ക്വാണ്ടം കൊടുത്താൽ 4 ആയി മാറും. അപ്പൊ ഇവിടെ എന്ത്? 9ഉം 2ഉം 11 അല്ലെ? 11. P5 പുറകിൽ എഴുതുമ്പോ കട്ട് ചെയ്ത് കളയണം. റൈറ്റ് ബാക്ക് അല്ലെ? സോ P5 കഴിഞ്ഞിട്ടില്ല. P5 കഴിയാത്തത് കൊണ്ട് P5 കട്ട് ചെയ്തിട്ട് P5 ബാക്കിൽ എഴുതും. ഓക്കെ, ഫൈൻ. ഇപ്പൊ നിങ്ങൾ ഈ ക്യൂലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ആൾക്കാർ മാത്രമേ കഴിയാനുള്ളൂ. P2, P6, P5 മാത്രമേ കഴിയാനുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാവരും കഴിഞ്ഞു പോയതാ. ക്യൂവില്ലെങ്കിൽ കഴിഞ്ഞു പോയെന്ന് അർത്ഥം. സോ P2 ഇനി 3 ഉണ്ട്. അവന് 2 കൊടുത്തു കഴിഞ്ഞാൽ 1 ആയി മാറും അല്ലെ? സോ P2 2 കൊടുക്കാം. അപ്പം 11ഉം 2ഉം 13. P2 1 ആയി മാറി. കട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളത് കൊണ്ട് പുറകെ കൊണ്ട് എഴുതുന്നു കേട്ടോ. ഇനി P6 3 ആണ്. 2 കൊടുത്തു കഴിഞ്ഞാൽ 1 ആയി മാറും. സോ P6 2 കൊടുത്തു കഴിഞ്ഞാൽ 1 ആയി മാറി. അത് കഴിയാത്തത് കൊണ്ട് P6 കട്ട് ചെയ്തിട്ട് പുറകെ കൊണ്ട് എഴുതും. ഇനി P5 4 ആയിരുന്നു. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ആയി മാറും അല്ലെ? സോ P5 17 ആവും അല്ലെ? P5 4 കൊടുത്തു കഴിഞ്ഞാൽ 2 ആയി മാറി. P5 കഴിഞ്ഞില്ല. P5 കഴിയാത്തത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് എഴുതും? പുറകിൽ എഴുതും. P5 പുറകിൽ എഴുതും. ഓക്കെ. ഇനി P2 1 മതി. നമുക്ക് 2 ടൈം ആണ് കൊടുക്കാം, പക്ഷെ 1 മതി. അപ്പൊ 1 കൊടുക്കുക അവന്. അപ്പൊ 17 1ഉം 18. 1 കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പരിപാടി കഴിഞ്ഞു. P2 കഴിഞ്ഞു അല്ലെ? P2 കഴിഞ്ഞു. അപ്പൊ അവനെ കട്ട് ചെയ്ത് കളയാം. P6 1 മതി അല്ലെ? 1 കൊടുക്കും. അപ്പൊ 19. സോ P6 1 മതി അല്ലെ? P6 1 മതി. സോ P6 1 മതി. അത് 0 ആയി പോയി അല്ലെ? 19 ആയി. അപ്പൊ കട്ട് ചെയ്ത് കളയാം. ഇനി P5 എത്ര വേണം? P5 2 വേണം. 2 കൊടുത്താൽ അത് 0 ആയി മാറും. സോ 19ഉം 2ഉം 21. സോ P5 ഇവിടെ വരും. ഇപ്പൊ എല്ലാ ബേഴ്സ് ടൈമും 0 ആയി മാറി. അല്ലെങ്കിൽ ക്യൂവിൽ ഇപ്പൊ അപ്പൊ P5 തീർന്നത് കൊണ്ട് P5 കട്ട് ചെയ്ത് കളയാം. ക്യൂ എം ഡി ആയി. ബേഴ്സ് ടൈം എല്ലാം 0 ആയി. നോക്ക്, ഇപ്പൊ നിങ്ങൾ ബേഴ്സ് ടൈമിലേക്ക് നോക്കുക, എല്ലാം 0 ആയി. ക്യൂ എം ഡി ആയി. ആയി കഴിഞ്ഞാൽ ക്യൂവിൽ ആരും ഇല്ല, അതായത് ആരും വന്നിട്ടില്ല. എല്ലാവരുടെയും ജോലി കഴിഞ്ഞു എന്ന് അർത്ഥം. സോ കംപ്ലീഷൻ ടൈം ഏതൊക്കെയാ? കംപ്ലീഷൻ ടൈം P1 കംപ്ലീഷൻ ടൈം 8 അല്ലെ? P1 കംപ്ലീഷൻ ടൈം 8. P2 കംപ്ലീഷൻ ടൈം 18. വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുക കേട്ടോ. 18. P3 കംപ്ലീഷൻ ടൈം 6 അല്ലെ? 6. P4 9. P5 21 അല്ലെ? 21. P6 19. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം ആട്ടോ.
ടേൺ അറൗണ്ട് ടൈം എത്രയാ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം അല്ലേ? വെയിറ്റിംഗ് ടൈമോ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. അതിലേക്ക് ആവറേജ് കണ്ടുപിടിച്ചോളൂ. ഇതിന്റെ ആവറേജ് കണ്ടുപിടിച്ചോളൂ. ഇനി നിങ്ങൾ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും ഒക്കെ ടൈപ്പ് ചെയ്തോ, ആവറേജ് കണ്ടുപിടിച്ച് എഴുതിക്കോ, ഫൈനൽ ആൻസർ എഴുതിക്കോ. ഇനി മനസ്സിലാവാറുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഭയങ്കര ഇമ്പോർട്ടന്റ് അൽഗോരിതം ആണ്. നമ്മൾ സാധാരണ ഇത് തെറ്റിക്കും, കാരണം നമ്മളെ കറക്റ്റായിട്ട് നമ്മൾ ആരും പഠിപ്പിക്കാത്തതുകൊണ്ട് അത്. ഓക്കെ, ഇനി തെറ്റിക്കരുത്. ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഡിഫിക്കൽട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനും അവരുടെ വീക്ക്നെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് SRTF-ഉം റൗണ്ട് റോബിനും ആണ്. കാരണം അതാണല്ലോ സ്റ്റുഡൻസ് തെറ്റിക്കാൻ സാധ്യത കൂടുതൽ. ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ. അപ്പൊ ഇനി തെറ്റിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് ഉണ്ടോ? കഥ ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞത് കേട്ടോ. ദിവ്യ അപ്ഡേറ്റ് ചെയ്തു. 8 ടേൺ അറൗണ്ട് ടൈം ആണോ ദിവ്യ? 8:17, 3ആണോ 13ആണോ അവസാനം? ദിവ്യ ടേൺ അറൗണ്ട് ടൈം 19 - 13 ആ. ഡൗട്ടില്ല ആർക്കും? ആ, അപ്പൊ നല്ല കഥയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാത്തത് അല്ലേ? ഞാൻ കുറെ ഡൗട്ടുകൾ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും ഒക്കെ ടൈപ്പ് ചെയ്തോളൂ. 10.83 ആണ്. ടെൻ 10.83, 7.33 കിട്ടി. 7.66 ആണോ വരുന്നത്? 7.33 ആണോ 7.66 ആണോ ഒന്ന് കൺഫേം ചെയ്തേ. ത്രീ ത്രീ കേട്ടോ, എല്ലാവർക്കും മാക്സിമം 3.3 അല്ലേ കിട്ടുന്നത്? ഓക്കെ, നമ്മൾ കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം സെയിമാ. എല്ലാവരും കിട്ടിയോ? അടുത്ത പ്രോബ്ലം എടുക്കട്ടെ. ജോസ്ന പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞോ ജോസ്ന? കഴിഞ്ഞോ? ഇനി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ആ ഫൈൻ. അടുത്ത പ്രോബ്ലം എടുക്കാം. സ്പീഡ് കൂടുതലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ അടുത്ത പ്രോബ്ലം, അടുത്തത് ലോങ്ങസ്റ്റ് ജോബ് ഫസ്റ്റ്. ലോങ്ങസ്റ്റ് ജോബ് ഫസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അറിയത്തില്ല നിങ്ങൾക്ക്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അറിയാവുന്നത് കൊണ്ട് ലോങ്ങസ്റ്റ് ജോബ് ഫസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുഴപ്പമില്ലല്ലോ, ഞാൻ വിട്ടേക്കട്ടെ, സ്കിപ്പ് ചെയ്തത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്?
ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ചെറിയ ബേസ് ടൈം എടുക്കുന്നു, ലോങ്സ്റ്റ് ജോബ് ഫസ്റ്റ് വലിയ ബേസ് ടൈം എടുക്കുന്നു. ചെയ്യണോ അതോ സ്കിപ്പ് ചെയ്യണം? വിൽ ഡു ദാറ്റ്. ഓക്കെ, നോക്കാം. ലോങ്സ്റ്റ് ജോബ് ഫസ്റ്റ്. ക്രൈറ്റീരിയ പറഞ്ഞേ. ക്രൈറ്റീരിയ CPU ബേസ്റ്റ് അല്ലേ? CPU ബേസ്റ്റ്. പിന്നെ നമ്മുടെ മോഡ് എന്താ? മോഡ് നോൺ ഗ്രീൻഡ്. ഇത് ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഉണ്ട് ഇതിന് കേട്ടോ. അതാ പ്രിഎംപ്റ്റീവ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഉള്ളതുപോലെ ലോങ്സ്റ്റ് ജോബ് ഫസ്റ്റ്, ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും ഉണ്ട്. ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് പ്രിഎംപ്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ എഴുതാം. തെറ്റിക്കാതെ പെട്ടെന്ന് ചെയ്തോ. പെട്ടെന്ന് ചെയ്തോ. ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് ചെയ്തിട്ട് കംപ്ലീഷൻ ടൈം മാത്രം ഇപ്പൊ ടൈപ്പ് ചെയ്യും. വേറെ ഒന്നും കൺഫ്യൂസ് ചെയ്യണ്ട. എല്ലാ കംപ്ലീഷൻ ടൈം ഈ ഇത് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തു. ദിവ്യയുടെ സ്പീഡ് ഒരു രക്ഷയില്ല കേട്ടോ. മാത്തമാറ്റിക്സ് പുലിയാണോ ദിവ്യ? ദിവ്യ സ്പീഡിന്റെ ഒപ്പം ആക്യുറസിയും വേണം കേട്ടോ. ദിവ്യ ഒന്നുകൂടെ നോക്കത്. സ്പീഡ് ആൻഡ് ആക്യുറസി, അതാണ് കോമ്പറ്റേറ്റീവ് എക്സാം. 1820 320 18. സോണിയ സ്പീഡ് ആൻഡ് ആക്യുറസി കമ്പൈൻഡ്. വെരി ഗുഡ്. 320 18 8 14. അഷിത 320 18 8 14. വെരി ഗുഡ്, വെരി ഗുഡ്. 320 18 8 14 കറക്റ്റാ. കറക്റ്റ് ചെയ്തോ? ദിവ്യ ആദ്യത്തെ 2 പേര് കറക്റ്റ് ചെയ്തോ? ആരൊക്കെയായിരുന്നത്? ദിവ്യ, അനൂപ് കറക്റ്റ് ചെയ്തില്ല അല്ലേ? യെസ് അടിച്ചോളൂ ദിവ്യ, അനൂപ്. ഓക്കെ, നമുക്ക് സ്പീഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. ആക്യുറസി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്പീഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും കുറെ. ഫൈൻ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് നോക്കിക്കോ കേട്ടോ. അറിയാത്തവർ നോക്കിക്കോ. അപ്പോൾ അറിയാനൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ മാക്സിമം ബേസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ ലോങ്സ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, അറൈവൽ ടൈം 0-യിൽ ആരാണുള്ളത്? അറൈവൽ ടൈം 0-യിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ഉറപ്പായിട്ട് നമുക്ക് പുള്ളിക്ക് തന്നെ കൊടുക്കാം അല്ലെ? പ്രോസസ് P1. എത്ര ബേസ്റ്റ് ടൈം ഉണ്ട്? P1 3. അപ്പൊ അത് 0 ആയി പോയി. അപ്പം ആ സമയത്ത് 1 2 3 3 ആൾക്കാർ എത്തി. ഇവൻ കഴിഞ്ഞു, ഇവൻ എത്തി. ഇക്കൂട്ടത്തിൽ ആർക്കാണ് ലോങ്സ്റ്റ് ജോബ്? ഏറ്റവും വലുതാ വേണ്ട അല്ലെ? ലോങ്സ്റ്റ് ജോബ് 2 4 5. അപ്പൊ P4 കൊടുക്കണ്ടേ? ഓക്കെ, പ്രീഎംഷൻ ഇല്ലാത്തത് കൊണ്ട് അത് മൊത്തം ചെയ്യും അല്ലെ? സോ P4. സോ P4 കഴിഞ്ഞു. 5 അല്ലെ? P4 കഴിഞ്ഞു. അപ്പൊ ആ സമയം ആയപ്പോഴത്തേക്ക് നമ്മൾ അറൈവൽ ടൈം 4-ൽ എന്ത് എത്തി? P5 എത്തി അല്ലെ? P5 എത്തി. സോ 2 3 5 ആണ് ഇപ്പൊ നമ്മുടെ ക്യൂവിലുള്ളത്. അക്കൂട്ടത്തില് ഏറ്റവും ലോങ്സ്റ്റ് ജോബ് ആരുടെയാ? 6 ആണ് അല്ലെ? സോ P5. സോ 8 6 14.
P5. സോ ഇവിടെ 14. ഓക്കെ, അപ്പൊ ഇതും കഴിഞ്ഞു. ഇത് 0 ആയിപ്പോയി. ഇനി 2ഉം 4ഉം 4ആണ് അല്ലെ. സോ P3 4 വന്നു കഴിഞ്ഞാൽ 18 ആവും അല്ലെ. അടുത്തത് അപ്പൊ ഇത് 0 ആയി. ഇനി എന്താ ഒരെണ്ണം കൂടെ ഉള്ളൂ, 2, അത് 0 ആയി പോകും. അപ്പം 18, 2, 20. സോ P3 P2. അപ്പം നമ്മുടെ കംപ്ലീഷൻ ടൈം എന്തൊക്കെയാ വരുന്നത്? കംപ്ലീഷൻ ടൈം 3:20, P1 3, P2 20, P3 18, P4 8, P5 40. 3, 20, 18, 8, 40. ടേൺ അറൗണ്ട് ടൈം എന്തൊക്കെയാ വരുന്നത്? ടേൺ അറൗണ്ട് ടൈം 3, 19, 16, 5, 10. കറക്റ്റ് ആണല്ലോ, നമുക്ക് കിട്ടിയല്ലോ അല്ലേ. ഓക്കെ, ഇനി വെയിറ്റിംഗ് ടൈം പറഞ്ഞേ. വെയിറ്റിംഗ് ടൈം 0, 17. നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചോ, അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ പറയാമല്ലോ. 17, 12, 0, 4 അല്ലെ. 0, 17, 12, 0, 4. കറക്റ്റ് ആണല്ലോ. ഓക്കെ, ആവറേജ് വെയിറ്റിംഗ്, ആവറേജ് ടേൺ അറൗണ്ട് ടൈം 10.6 കിട്ടിയോ? വെയിറ്റിംഗ് ടൈം പറഞ്ഞ ആരെങ്കിലും? ആവറേജ് വെയിറ്റിംഗ് ടൈം 6.6. കുഴപ്പമില്ലല്ലോ, എളുപ്പമാണല്ലോ. ഷോർട്ടസ്റ്റ് ഓഫ് ഫസ്റ്റ് പോലെ തന്നെ, പക്ഷെ കൂടുതൽ ബേസ്റ്റ് ടൈം ഉള്ളത് ആദ്യം എടുക്കുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത എടുക്കട്ടെ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഇത് കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചിലപ്പോൾ കോളേജുകളിൽ ചെയ്തിട്ടുണ്ടാവില്ല. പഠിച്ചിട്ടുണ്ടോ ഇത്? ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ. ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, LRTF, ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ക്രൈറ്റീരിയ എന്തായിരിക്കും? ബേസ്റ്റ് ടൈം അല്ലേ. ബേസ്റ്റ് ടൈം. മോഡ് എന്താ? മോഡ് നോൺ പ്രീഎംപ്റ്റീവ് അല്ലേ, പ്രീഎംപ്റ്റീവ്, സോറി, പ്രീഎംപ്റ്റീവ്. ഓക്കെ, വാല്യൂസ് എഴുതാം. പ്രോസസ് ID, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം. 1, 2, 3, 0, 0, 0. Burst time 2, 1, 2, 1, 2, 4, 2, 4, 8. ചെയ്തോളൂ. ചെയ്ത് 2 മിനിറ്റ് തരാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ അപ്ലൈ ചെയ്ത് തെറ്റിക്കോട്ടെ കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ എന്റെ മനസ്സിലുള്ളത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് കറക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി തെറ്റിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയുന്ന രീതി ചെയ്തിട്ട് കംപ്ലീഷൻ ടൈം എല്ലാം എഴുതും. അറിയുന്ന രീതി ചെയ്ത് കംപ്ലീഷൻ ടൈം എഴുതിക്കോ. അഞ്ചു 14, 12, 8. സജീഷ് 18, 12, 14. 18, 12, 14. വരട്ടെ.
വേറെ ആൻസർ ഉണ്ടോ? സോണിയ വീണ്ടും സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ സോണിയുടെ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ട്വൽവ് 13 14 കറക്റ്റാ. വേറെ ആർക്കെങ്കിലും കിട്ടിയോ 12 13 14? അനൂപിന് കിട്ടിയല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ? വെറുതെ പറയണ്ട, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ തെറ്റിക്കും, പഠിക്കാൻ വേണ്ടിയല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. തെറ്റിയത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പരീക്ഷയ്ക്ക് തെറ്റാ വരുന്നാൽ മതി. കിട്ടിയവരുണ്ട്? വേറെ 12 13 14 കിട്ടിയവരുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പം എല്ലാവരും പേനയൊക്കെ താഴെ വെച്ച് ഒന്ന് ചെയ്യാം. ഓക്കെ, പേനയൊക്കെ താഴെ വെച്ച് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, ഇതിപ്പോ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഒരിക്കൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ, അല്ലെ, എല്ലാരും ക്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ആരും വരുന്നില്ലെങ്കിൽ ഷോർട്ടർ ജോബ് വീണ്ടും ഷോർട്ടർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം അത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വർക്ക് ചെയ്യും. പക്ഷെ ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഏറ്റവും ലോങ്ങർ ആയിരിക്കുന്ന ആള് ചെയ്യുമ്പോഴും ചെറുതായി വരും. അപ്പൊ മറ്റേതിനെ വീണ്ടും പ്രിഫറൻസ് കിട്ടും. അതുകൊണ്ട് ഈ SRTF-നെക്കാളും ഡേഞ്ചറസ് ആണ് LRTF. കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. അറൈവൽ ടൈം 0-ല് 3 പേര് ഒരുമിച്ചാണ് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ടൈ ബ്രേക്കിങ്ങിന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ലോങ്സ്റ്റ് റിമൈനിങ് ടൈമിന്റെ ടൈ ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൈവൽ ടൈം നോക്കണം അല്ലെ? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് നോക്കും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് നോക്കുമ്പോഴും എല്ലാവരും ഒരേപോലെ വന്നേക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് നോക്കേണ്ടത് ആരാ? നമ്മുടെ പ്രോസസ് ID വെച്ചിട്ട് അല്ലേ? ഓക്കെ, അതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ അറൈവൽ ടൈം 0-ൽ 3 പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊന്നും ആരും വരാനില്ല. അപ്പൊ ആ ടെൻഷൻ ഒഴിവായി. പക്ഷേ 8 ഇപ്പോഴത്തെ ലോങ്സ്റ്റ് റിമൈനിങ് ടൈം. അയാൾ വേറെ ആരെങ്കിലുമായിട്ട് ഈക്വൽ ആവുന്നവരെ നമ്മൾ സേഫാ. അത് മനസ്സിലായ രസടിച്ച് 8 4 ആവുന്നവരെ നമ്മൾ സേഫാ. പക്ഷെ 4 കോമ്പറ്റീഷൻ ആയി. ടൈ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരും അവിടെ, അല്ലെ? ഓക്കെ, അപ്പൊ 4 എന്ത് ചെയ്യും? അതുകൊണ്ട് ആ 4 പേരെ സേഫ് ആയതുകൊണ്ട് ഞാൻ അവനെ ഈ 8 4 അസൈൻ ചെയ്തു. അപ്പൊ ഇത് കുറഞ്ഞ് 4 മാറി. ഓക്കെ, അപ്പൊ ഇവിടെ P3 കൊടുത്തു. ഇപ്പൊ ടൈം 4. ഓക്കെ, ടൈം 4, 8 കുറഞ്ഞ് 4. ഇനി അടുത്ത് നിങ്ങൾ ബേസ് ടൈമിലേക്ക് നോക്കിക്കേ. ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റാ. അവിടെ 4 ടൈയാ. 4 ടൈ ആണെങ്കിൽ ആരെ നോക്കും? 4 ടൈയാ. അപ്പം ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ആരാ? 2 പേരും ഉണ്ട് അല്ലെ? ടൈ അല്ലേ? ടൈ ആണെങ്കിൽ അറൈവൽ ടൈം നോക്കും. അറൈവൽ ടൈം നോക്കിയപ്പോ എന്താ സംഭവിച്ചത്? അറൈവൽ ടൈം നോക്കിയപ്പോ എല്ലാവരും ഒരേ സമയത്താണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ID നോക്കും. പ്രോസസ് ID എന്താ? P2. അപ്പൊ അവർക്ക് ആർക്കാ ചാൻസ് കിട്ടുക? P2-ന് ചാൻസ് കിട്ടും അല്ലെ? P2-ന് ചാൻസ് കിട്ടും. പക്ഷെ P2-ന്റെ ആ ചാൻസ് അധിക നേരം നീണ്ടു നിൽക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം യൂണിറ്റ് തന്നെ അടുത്ത ആള് വീണ്ടും വലുതായി മാറും അല്ലെ? ഇത് ഒരു ടൈം യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? 3 ആയി മാറി അല്ലെ? അപ്പം P2-ന് ആ ചാൻസ് കിട്ടി. ഇപ്പൊ സമയം 5 ആണ്. ഓക്കെ, 1 യൂണിറ്റ് ആണ് കുറഞ്ഞത്. 4 3 മാറി. അപ്പൊ തന്നെ മറ്റേ ആൾ വലുതായി മാറിയില്ലേ? ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് അല്ലേ? സോ 2 3 4 ആർക്കാ ഇനി ചാൻസ് കൊടുക്കണ്ടേ? ആർക്കാ ചാൻസ് കൊടുക്കണ്ടേ? P3 അല്ലെ? P3. അപ്പൊ നമ്മൾ P3-ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? P3-ക്ക് ഒരു ചാൻസ് കൊടുക്കാം. സോ P3-ക്ക് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ടൈ ആയി മാറും. ടൈ മാറി കഴിഞ്ഞാൽ പിന്നെ ഡിസിഷൻ എടുക്കേണ്ടി വരും അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ P3-ക്ക് ഒരു ചാൻസ് കൊടുത്തു. അപ്പൊ 5 6 മാറി. P3-യുടെ 1 കുറഞ്ഞു 3 അപ്പൊ 2 3 സെയിം വന്നേക്കുക വീണ്ടും. അപ്പൊ ലോങ്സ്റ്റ് 3 ടൈ ആണ്. അറൈവൽ ടൈം സെയിം ആണ്. അതുകൊണ്ട് പ്രോസസ് ID എടുക്കും. അങ്ങനെയാണെങ്കിൽ ആരും ഇവിടെ അടുത്തത് P2 അല്ലെ? P2-ന് നമുക്ക് ഒരു ടൈം യൂണിറ്റ് കൊടുക്കാം. അപ്പൊ ഇത് 2 മാറും. P2-ന് ഒരു ടൈം യൂണിറ്റ് കൊടുത്താൽ 6 എന്തായി മാറും? 6 7 മാറും. ഓക്കെ, ഇപ്പൊ ഇതാണ് സിറ്റുവേഷൻ. ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് 2 2 3. ഈ അവസാനം എഴുതി വെക്കുന്ന മാത്രമേ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നേ. മറ്റു വാല്യൂ നോക്കണ്ട, അതൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെ 2 2 3 ആരാ ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്?
P3 അല്ലേ, P3. അപ്പം അയാളെ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറി, 2 മാറി. സോ ഇവിടെ 8, സോ P3. അപ്പൊ 3 പേരും ഒരേപോലെ ആയി. 3 പേര് ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എല്ലാവരും ടൈ ആയി, അറൈവൽ ടൈം എല്ലാവരും ടൈ ആയി. അങ്ങനെയാണെങ്കിൽ ആര് വരും P1 വരും അല്ലെ. P1 അധികം നേരം ആ സന്തോഷം നീണ്ടു നിൽക്കത്തില്ല. കാരണം എന്താ, ഒന്നും ചെയ്യുമ്പോൾ തന്നെ അവൻ കുറഞ്ഞു പോകും അല്ലെ. സോ P1 അത് ചെയ്ത് കഴിഞ്ഞ് 9 ആയി, 1 മാറി. ഉടനെ തന്നെ പ്രയോറിറ്റി മാറി. ആരാ ഇപ്പൊ ലോങ്സ്റ്റ് റിമൈനിങ് ടൈം? 2ഉം 3ഉം ആണ് അല്ലെ. ടൈ ആയി, 2ഉം 3ഉം ടൈ ആയി കഴിഞ്ഞാൽ ആര് വരും? 2 വരും, P2 വരും. P2ന് 1 യൂണിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അപ്പൊ തന്നെ അടുത്ത ആൾ വലുതാവും. സോ P2ന് 1 യൂണിറ്റ് ചെയ്യും, അപ്പൊ തന്നെ P3 വലുതായി പോയി അല്ലെ. ഓക്കെ, അപ്പം P3 നമുക്ക് 1 യൂണിറ്റ് ചെയ്യാം, അപ്പൊ അത് 1 ആവും. സോ 11, P3 1 യൂണിറ്റ് ചെയ്തു അല്ലെ, 11 ആയി. എല്ലാം 1 1 1 ആയി. അപ്പം ടൈ ആയി. അപ്പൊ ഇനി നമുക്ക് എന്താ, അറൈവൽ ടൈം 0 ആണ്, പ്രോസസ് ഐ ഡി 1 അല്ലെ. P1 അല്ലേ ഇനി അടുത്ത് വരണ്ടേ, P1. സോ 11 ഇപ്പൊ എന്തായി മാറും, 12. P1 ഇത് 0 ആയി പോയി. ഇത് 0 ആയെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു എന്ന് അർത്ഥം. ഇനി വേറെ 2 പേര് 1 ഉണ്ട് അല്ലെ, ലോങ്സ്റ്റ് റിമൈനിങ് ടൈം 2 പേരുടെയും 1 ആ, അറൈവൽ ടൈം സെയിം ആ. ആര് വരും ഇപ്പൊ? P2 അല്ലേ, P2. അത് 0 ആയി പോയി. അടുത്ത് ഇനി ഒരാളും കൂടെ ബാക്കിയുള്ളൂ, 1 അല്ലെ. സോ 14 അവസാനത്തെ. സോ P2, P3. ഇങ്ങനെയാണ് അവർക്ക് എന്ത് കിട്ടിയത്, 12, 13, 14 കംപ്ലീഷൻ ടൈം കിട്ടിയത്. കംപ്ലീഷൻ ടൈം നോക്കിയേ, വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുമ്പോൾ P1 എവിടെ വന്നേക്കുന്നത്, 12. സോ 12. P2 എവിടെ വന്നേക്കുന്നത്, 13. P4 എവിടെ, അല്ല P3 എവിടെ വന്നേക്കുന്നത്, 14. സോ ടേൺ അറൗണ്ട് ടൈം ഒക്കെ കണ്ടുപിടിച്ച്, ബാക്കിയെല്ലാം കണ്ടുപിടിച്ച്. മനസ്സിലായോ ഇത്? മനസ്സിലായെങ്കിൽ എസ് അടിച്ചേ, ഇല്ലെങ്കിൽ ചോദിച്ചോളൂ. ടേൺ അറൗണ്ട് ടൈം അതും 12, 13, 14 തന്നെയാണ് കേട്ടോ. സോ ടേൺ അറൗണ്ട് ടൈമും 12, 13, 14 തന്നെയാണ്. വെയിറ്റിംഗ് ടൈം എത്രയാ, വെയിറ്റിംഗ് ടൈം 10, 9, 6. കിട്ടുന്നുണ്ടോ നോക്ക് കേട്ടോ. എല്ലാം ചെയ്തു. ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആവറേജ് 13. ആവറേജ് വെയിറ്റിംഗ് ടൈം 8.3. എല്ലാരും കിട്ടിയോ? കിട്ടിയെങ്കിൽ ഒന്ന് എസ് അടിച്ചോ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ഒന്ന് അടിച്ചു. പറഞ്ഞോളൂ. ഈ അറൈവൽ ടൈം 0-ലല്ലേ 3 പ്രോസസ്സും വന്നിരിക്കുന്നത്. P3 4 എങ്ങനെയോ, ബേസ്റ്റ് ടൈം 4 എങ്ങനെയോ? അതായത് ആദ്യം തന്നെ 4 വന്ന എങ്ങനെയാണെന്നാണോ? P3യുടെ അതായത് നമുക്ക് 8 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഞാൻ പിന്നെ അത് ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്തത്. അതായത് നമുക്ക് 8നെ മാറ്റിയിട്ട് 7 ആക്കാം, 1 യൂണിറ്റ് കൊടുത്തെന്ന് വിചാരിക്കും. എന്നാലും ആ 7 തന്നെയല്ലേ വലുത് ഇപ്പോഴും അല്ലേ. പിന്നെ ഒന്നും കൂടെ കുറച്ച് 6 ആക്കി, എന്നാലും 6 തന്നെയല്ലേ വലുത്. ഒന്നുകൂടെ കുറച്ച് 5 ആക്കി, 5 തന്നെയല്ലേ വലുത്. അപ്പൊ ആ ടൈം സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും ബൾക്കായിട്ട് 4 വരെ സേഫ് ആണെന്ന് പറഞ്ഞ് 4 വരെ കൊടുത്തു കേട്ടോ. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഓഡിയോ ക്ലിയർ അല്ല, ഓഡിയോ എനിക്ക് ക്ലിയർ ആവുന്നില്ല. വേറെ ആർക്കെങ്കിലും ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറയൂ, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തു. ആരാണ് ഇത് സംസാരിക്കുന്നത് പറയാമോ? ഒന്ന് ടൈപ്പ്. സോണിയ ആണോ? സോണിയ പേര് ക്ലിയർ ആവുന്നില്ല എനിക്ക് കേട്ടോ. ബാക്കിയുള്ളവർ ക്ലിയർ ആവുന്നുണ്ടോ ഓഡിയോ? ഇത് എന്റെ പ്രശ്നമാണോ? എന്താണ് ടൈ വരുന്നത് വരല്ലേ നോക്കുന്നില്ല. ടൈ വരുന്നത് എന്താണ്? ഒന്നുകൊണ്ട് ടൈപ്പ് ചെയ്തു. അതെ അതുകൊണ്ട് 4 വന്നതാണ് ടൈ ആയത്. അപ്പൊ ടൈ വരുമ്പോ നമ്മൾ അവിടുന്ന് പ്രശ്നമായി. കാരണം അവിടുന്ന് ഡിസിഷൻ എടുക്കണമല്ലോ, അടുത്ത് വേറെ ആരെങ്കിലും മാറി വരാമല്ലോ. ടൈ വരാത്തോളം ആരും മാറി വരില്ല.
ക്ലിയർ ആണോ? ടൈ വന്നു കഴിഞ്ഞാൽ ആൾ മാറി വരാമല്ലോ. ടൈ വരാതെ എപ്പോഴും വലുതായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. ലോങ്സ്റ്റ് ജോബ് അല്ലേ, നമ്മുടെ ബസ് ടൈം വലുതാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. പക്ഷെ ഒരിക്കലും ടൈയോ അതിനേക്കാളും ചെറുതോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ക്ലിയർ ആണോ? ഇപ്പൊ സംസാരിക്കുന്ന ആൾ റെസ്റ്റ് അടിച്ചോളൂ. ക്ലിയർ ആണെങ്കിൽ കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ഓഡിയോ പ്രോപ്പർ അല്ല, അതുകൊണ്ടാണ്. എല്ലാവരും തിരിച്ചു വന്നോ? റെസ്റ്റ് അടിച്ച് എല്ലാവരും വന്നോ? ഉണ്ടല്ലോ എല്ലാവരും അവിടെ അല്ലേ? കേൾക്കാമല്ലോ? ഓക്കെ. സോ അടുത്ത അൽഗോരിതം ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നെക്സ്റ്റ് ആണ്. ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നെക്സ്റ്റ്. അതിന് ഷോർട്ട് ഫോം HRRN. ഓക്കെ. അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് പറയാമോ? ക്രൈറ്റീരിയ എന്തായിരിക്കും? ക്രൈറ്റീരിയ മോഡ്. ഇത് HRRന്റെ ക്രൈറ്റീരിയയും മോഡും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ദിവ്യ അത് റെസ്പോൺസ് ടൈം അല്ല, റെസ്പോൺസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അത് റെസ്പോൺസ് റേഷ്യോ ആണ് കേട്ടോ. റെസ്പോൺസ് ടൈമിന് മീനിങ് മാറിപ്പോവും. റെസ്പോൺസ് ടൈമിന് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് കിട്ടുന്നത് മൈനസ് അറൈവൽ ടൈം, അത് മാറാം കേട്ടോ. സോ അത് കറക്റ്റ് ചെയ്തോ. അപ്പൊ ഇവിടെ റെസ്പോൺസ് റേഷ്യോ ആണ്. റെസ്പോൺസ് റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യും. റെസ്പോൺസ് റേഷ്യോ മോഡ് എന്താ? നോൺ പ്രിയംറ്റീവ് ആണ്. പ്രിയംറ്റീവ് വേർഷൻ ഇല്ല ഇതിന് കേട്ടോ. HRRN നോൺ പ്രിയംറ്റീവ് മാത്രമേ ഉള്ളൂ. നോൺ പ്രിയംറ്റീവ് അത് ചോദിച്ചിട്ടുണ്ട് PSCക്ക്. നോൺ പ്രിയംറ്റീവ് HRRN നോൺ പ്രിയംറ്റീവ് മാത്രമേ ഉള്ളൂ. റെസ്പോൺസ് റേഷ്യോ ആണ് ക്രൈറ്റീരിയ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രോസസ് ID, അറൈവൽ ടൈം, വെയിറ്റിംഗ് ടൈം, ബേസ്റ്റ് ടൈം, ടേൺ അറൗണ്ട് ടൈം, ഓക്കെ. അപ്പൊ ഇവിടെ പ്രോസസ് ID 0, 1, 2, 3, 4, arrival time 0, 2, 4, 6, 8, burst time 3, 6, 4, 5, 2. 3, 6, 4, 5, 2. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അപ്പൊ ഇത് നമ്മൾ തീരുമാനം എടുക്കുന്നു. നോൺ പ്രിയംറ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ കുറഞ്ഞു. കാരണം എന്താ, ഒരാൾക്ക് CPU കിട്ടിക്കഴിഞ്ഞാൽ അത് അവസാനം വരെയും ചെയ്യുമല്ലോ അല്ലേ? അപ്പം ആ ഒരു ടെൻഷൻ കുറവാണ്. അപ്പൊ പക്ഷേ അത് അവസാനം വരെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കണമല്ലോ. ഡിസിഷൻ എന്തിന്റെ ബേസിൽ എടുക്കണം? റെസ്പോൺസ് റേഷ്യോയുടെ ബേസിൽ എടുക്കണം. അപ്പൊ റെസ്പോൺസ് റേഷ്യോ എന്താണ്? അത് ഡിഫൈൻ ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ആ റെസ്പോൺസ് റേഷ്യോയുടെ ഫോർമുല ഞാനിവിടെ എഴുതാം. റെസ്പോൺസ് റേഷ്യോ RR. റെസ്പോൺസ് റേഷ്യോയുടെ ഷോർട്ട് ഫോം ആട്ടോ RR. ഓക്കെ. RR ഈക്വൽ ടു W plus BT divided by BT. W plus BT divided by BT. W plus B. ഞാൻ ആ പേരുകളൊക്കെ എന്റേതായിട്ടുള്ള രീതി മാറ്റാം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഉണ്ടാവും. കാരണം എന്താണ്, ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടേ. W എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ടൈം സോഫാർ ആണ്. വെയിറ്റിംഗ് ടൈം സോഫാർ. W ഈക്വൽ ടു waiting time so far. ഓക്കെ. BT എന്ന് പറഞ്ഞാൽ ബേസ്റ്റ് ടൈം ആണ്. ബേസ്റ്റ് ടൈം. അപ്പൊ ഓർത്തിരിക്കാനായിട്ട് പാരാമീറ്റേഴ്സ് വേരിയബിൾ ഒക്കെ മാറ്റുന്നതിനേക്കാളും W plus BT എന്ന് പറഞ്ഞാൽ W വെയിറ്റിംഗ് ടൈം സോഫാർ, BT എന്ന് പറഞ്ഞാൽ ബേസ്റ്റ് ടൈം. ഓക്കെ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്.
സോ ഡബ്ല്യു പ്ലസ് ബി ടി ഡിവൈഡ് ബൈ ബി ടി ആണ് റെസ്പോൺസ് റേഷ്യോ. അപ്പം നമ്മൾ എടുക്കുന്നത് ഏത് റെസ്പോൺസ് റേഷ്യോ, ആർക്കാണ് ചാൻസ് കൊടുക്കുന്നത്? എല്ലാവരുടെയും റെസ്പോൺസ് റേഷ്യോ കണ്ടുപിടിക്കും. എല്ലാവരുടെയും റെസ്പോൺസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ആ കൂട്ടത്തിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ളത് ആരാണോ അയാൾക്കാണ് നമ്മൾ CPU കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഹയസ്റ്റ്. അതുകൊണ്ടാണ് ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നമ്മൾ വിളിക്കുന്നത്. അടുത്തത് ഇനി വരേണ്ടത് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് റേഷ്യോ ഉള്ള ആൾക്കാണ് അടുത്തത് വരണം. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ റെസ്പോൺസ് റേഷ്യോ ഡെഫിനിഷൻ ഷാനിയ ഗൂഗിളിൽ അടിച്ചു നോക്കൂട്ടോ. റെസ്പോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫോർമുല ആണ് കേട്ടോ. ഡബ്ല്യു പ്ലസ് ബി ടി ഡിവൈഡ് ബൈ ബി ടി. ഡെഫിനിഷൻ ഇല്ല, അല്ലെങ്കിൽ നോക്കൂ, ചിലപ്പോൾ കണ്ടേക്കാം, പറയാൻ പറ്റില്ല. ഷാനിയ ഓക്കെ ആണോ? വെയിറ്റിംഗ് ടൈം സോ ഫാർ ഡിവൈഡഡ് ബൈ ബേഴ്സ് ടൈം അല്ല പ്ലസ് ബേഴ്സ് ടൈം ഡിവൈഡ് ബൈ ബേഴ്സ് ടൈം. വാട്ട് ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയാം. പ്രോബ്ലം അത് എന്താണ് സംഭവം എന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ അന്നേരം മനസ്സിലാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല. ഇത് ചെയ്യാൻ അറിയാമോ? ഞാൻ തന്നെ ചെയ്യണോ? അത് നിങ്ങൾക്ക് ചെയ്യാൻ ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ ചെയ്യാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എന്താന്ന് പറയാം. ഫൈൻ. അപ്പം നമ്മൾ 0-ൽ നിന്ന് തുടങ്ങുന്നു. ഓക്കെ, ആദ്യം നമ്മളൊരു ഇത് നോൺ പ്രീഎംപ്റ്റീവ് അൽഗോരിതമാണല്ലോ. അറൈവൽ ടൈം 0 ആണ്. ആർക്കാണ് കൊടുക്കേണ്ടത് പറഞ്ഞോളൂ. അറൈവൽ ടൈം 0-ൽ കോമ്പറ്റീഷൻ എങ്ങനെയാണ്? ഒരാൾ മാത്രമേ ഉള്ളൂ. നോൺ പ്രീഎംപ്റ്റീവ് അൽഗോരിതമാണ്. അയാൾ എവിടെ വരെ പോകും? മൊത്തം കിട്ടത്തില്ലേ? ബേഴ്സ് ടൈം 3 വരെ പോകുമല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ബേഴ്സ് ടൈം 3 വരെ കൊടുത്തു. സോ ഇവൻ എന്തായി മാറി? P0 അല്ലെ? P0 മൊത്തം കൊടുത്തു. അപ്പൊ 3 എന്തായി മാറി? 0 ആയി മാറി. P0 ആയി മാറി. അപ്പൊ അത് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറെ കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട് അല്ലെ? ഒക്കെയാ വന്നിട്ടുള്ളത്. ഇപ്പൊ സമയം 3 മണിയായി. ആരൊക്കെ വന്നിട്ടുണ്ട്? P1 മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ? അപ്പൊ പിന്നെ വേറെ ഡിസിഷൻ മേക്കിംഗ് അറൗണ്ട് റെസ്പോൺസ് റേഷ്യോ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ റെസ്പോൺസ് റേഷ്യോ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ഒരാളെ ഉള്ളൂ. എങ്കിലും നമുക്ക് ഒരാളെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഈ PSC എക്സാമിന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. സോ 6 ആണ് ബേഴ്സ് ടൈം. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവും? ഇത് 9, 6. സോ P1 3 + 6 9 വരും അല്ലെ? അപ്പൊ ഇതെന്തായി? 0 ആയി. അപ്പൊ ഇതും കഴിഞ്ഞല്ലോ. ഇതും കഴിഞ്ഞു. ഇനി പ്രശ്നമാണ്, സമയം 9 മണിയായി. ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്? ആരൊക്കെ വന്നിട്ടുണ്ട്? 2ഉം 3ഉം 4ഉം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഡിസിഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. എന്താ നിങ്ങളുടെ അൽഗോരിതം? ഡിസിഷൻ എടുക്കുന്ന ആരാ? ഷോർട്ട് ടേം ഷെഡ്യൂളർ. നിങ്ങളുടെ അൽഗോരിതം എന്താണ്? ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നെക്സ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആരൊക്കെയാണോ കോമ്പീറ്റ് ചെയ്യുന്നത് അവരുടെ എല്ലാവരുടെയും റെസ്പോൺസ് റേഷ്യോ കാണണം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് റെസ്പോൺസ് റേഷ്യോ ഓഫ് 1 കണ്ടുപിടിക്കണം. അല്ല, 1 അല്ല, 2. പ്രോസസിന്റെ പേരാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. റെസ്പോൺസ് റേഷ്യോ ഓഫ് 2 കണ്ടുപിടിക്കണം. റെസ്പോൺസ് റേഷ്യോ ഓഫ് 3 കണ്ടുപിടിക്കണം. റെസ്പോൺസ് റേഷ്യോ ഓഫ് 4 കണ്ടുപിടിക്കണം. ഇവരുടെ 3 പേരുടെ റെസ്പോൺസ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ഷാനിയെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഈ റെസ്പോൺസ് റേഷ്യോ? റെസ്പോൺസ് റേഷ്യോ വെയിറ്റിംഗ് ടൈം സോ ഫാർ. അതായത് ആദ്യത്തെ ആളെ എടുക്കും കേട്ടോ, രണ്ടാമത്തെ പ്രോസസ് എടുക്കും. അയാൾ ഇതുവരെ എത്ര സമയം വെയിറ്റ് ചെയ്തു? ഇപ്പൊ സമയം എത്രയാ? ഇപ്പൊ 9 സമയം അല്ലെ? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ 9 സമയം. അയാൾ എപ്പോഴാ വന്നേ? പ്രോസസ് 2 എപ്പോഴാ വന്നേ? 4. സോ 9 - 4 ആണ് വെയിറ്റിംഗ് ടൈം സോ ഫാർ. പ്ലസ് ബേഴ്സ് ടൈം എത്രയാ? 4 അല്ലെ? അയാളുടെ ബേഴ്സ് ടൈം എത്രയാ? 4 ഡിവൈഡഡ് ബൈ എത്ര വരും? ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. 9 - 4 പ്ലസ് 4 ഡിവൈഡ് ബൈ 2. 9/4 എത്ര വരും? 2.25 അല്ലെ? 2.25. അടുത്ത റെസ്പോൺസ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും?
അടുത്ത റെസ്പോൺസ് റേഷ്യോ മൂന്നാമത്തേത് ഇപ്പോഴത്തെ സമയം എത്രയാ? സമയം എല്ലാവരുടെയും സെയിം ആണല്ലോ, 9. ഒപ്പം 9 മണി. മൂന്നാമത്തെ പ്രോസസ് എപ്പോഴാണ് വന്നത്? 6 മണിക്ക്. സോ വെയിറ്റിംഗ് ടൈം സോ ഫാർ ഈസ് 3 മണിക്കൂർ പ്ലസ് അവന്റെ ബേഴ്സ് ടൈം എത്രയാ? ഇനി അല്ലെ, ബേഴ്സ് ടൈം 5 അല്ലെ, ബേഴ്സ് ടൈം 5. സോ 9 - 6 + 5 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? ആ വാല്യൂ എത്രയാ? 2 ആണോ? 9 - 6 3 + 5 8 ഡിവൈഡ് ബൈ 5 എത്ര വന്നു? 1.6 അല്ലേ? 1.6. അടുത്ത് പറഞ്ഞേ, ഇപ്പൊ സമയം 9 മണി. എപ്പോഴാണ് വന്നത്? 8 മണിക്ക് പ്ലസ് അവൻ എത്ര കാണും? ബേഴ്സ് ടൈം 2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരും? അതിന്റെ വാല്യൂ എത്ര വരും? 1.5 ആണോ? 1.5. ഇതാണ് റെസ്പോൺസ് റേഷ്യോ. ഷാനിയ, ക്ലിയർ ആണോ ഇത്? ഷാനിയ ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാൽ ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ കൂടാൻ സാധ്യതയുണ്ട്? ഈ വെയിറ്റിംഗ് ടൈം കൂടിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ കൂടില്ലേ? വെയിറ്റിംഗ് ടൈം, ആരുടെ വെയിറ്റിംഗ് ടൈം ആണോ കൂടുതൽ, അപ്പൊ അയാളുടെ റെസ്പോൺസ് റേഷ്യോ കൂടി പോവില്ലേ? അല്ലേ? അപ്പം വെയിറ്റിംഗ് ടൈമിനെയും ഫേവർ ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കായിരിക്കും ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ. വെയിറ്റിംഗ് ടൈം സോഫാർ ആരുടെ ആണോ കൂടുതൽ, അയാൾക്കായിരിക്കും ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ വരിക. ഓക്കെ. ഇനി ബേഴ്സ് ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേഴ്സ് ടൈം ചെറുത്, ഓക്കെ, ബേഴ്സ് ടൈം ചെറിയ ആൾക്കാരുടെ ആയിരിക്കും ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ കൂടുതൽ വരിക. ബേഴ്സ് ടൈം ചെറുതും വെയിറ്റിംഗ് ടൈം കൂടുതലുമുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഇക്വേഷൻ പ്രകാരം ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ വരും. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ആരെ എടുക്കണം? ഡിസിഷൻ മേക്കിംഗ് ആരെ എടുക്കണ്ടേ? 2.25 അല്ലേ ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ? ഓക്കെ, അപ്പൊ നമ്മൾ P2 എടുക്കണം അല്ലെ? P2 എടുക്കുന്നു. P2 എടുത്തു കഴിഞ്ഞാൽ 4 0 ആയി മാറും അല്ലെ? അപ്പൊ 9 ഉം 4 ഉം 13. 9 ഉം 4 ഉം 13. സോ P2 കഴിഞ്ഞു. പ്രിയംഷൻ ഇല്ല അല്ലെ? P2 കഴിഞ്ഞു. ഇനി അടുത്തത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പഴയ റെസ്പോൺസ് റേഷ്യോ എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഇപ്പൊ സമയം മാറി, വെയിറ്റിംഗ് ടൈം മാറി അല്ലെ? എല്ലാം മാറിയിട്ടുണ്ട്. ബേഴ്സ് ടൈം ഒഴിച്ച് ബാക്കി എല്ലാ സംഭവം മാറിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പം അടുത്ത ഡിസിഷൻ മേക്കിംഗ് എടുക്കണം. അപ്പൊ ഇത് നേരത്തെ കഴിഞ്ഞു. അടുത്ത വീണ്ടും റെസ്പോൺസ് റേഷ്യോ കാണുന്നു. ഓക്കെ, അപ്പൊ റെസ്പോൺസ് റേഷ്യോ കാണാം. ആരുടെയൊക്കെ റെസ്പോൺസ് റേഷ്യോ കാണണം? ഇപ്പം റെസ്പോൺസ് റേഷ്യോ ഓഫ് 3 കാണണം, റെസ്പോൺസ് റേഷ്യോ ഓഫ് 4 കാണണം അല്ലെ? 3 4. അപ്പൊ റെസ്പോൺസ് റേഷ്യോ ഓഫ് 3 എങ്ങനെ കാണുന്നെന്ന് പറഞ്ഞു? റെസ്പോൺസ് റേഷ്യോ ഓഫ് 3 എങ്ങനെ കാണും? ഇപ്പൊ സമയം എത്രയായി? 13. വെയിറ്റിംഗ് ടൈം സോഫാർ ആണ് 13 മൈനസ് മൂന്നാമത്തെ പ്രോസസ് എപ്പോഴാ വന്നേ? 13 - 6 പ്ലസ് അവന്റെ ബേഴ്സ് ടൈം 5 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ഇവിടെ 13 മൈനസ് അറൈവൽ ടൈം 8 അല്ലെ? 8 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? പറയോ? 2.4 ആണോ ഇത്? 2.4 അടുത്തത് എന്ത് വരും? 13 - 8 + 2 ഡിവൈഡ് ബൈ 2 3.5 വരും. ആരുടെ റെസ്പോൺസ് റേഷ്യോ ആണ് കൂടുതൽ? ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ 3.5. ആരുടെയാണ്? പ്രോസസ് ID 4ന്റെ ആണ് അല്ലെ? ഓക്കെ, അപ്പം പ്രോസസ് ID 4 കൊടുത്തു കഴിഞ്ഞാൽ 2 മതി അവന്. അപ്പൊ 2 ചെയ്യും. അപ്പൊ അവൻ 2 ചെയ്യും. 15 P4 2 ചെയ്ത് അവൻ 0 ആവും. ഇനി റെസ്പോൺസ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്, നോ? വേണ്ട. കോമ്പറ്റീഷൻ ഇല്ലല്ലോ. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അൽഗോരിതം ഒക്കെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. സോ 15 5 20 അല്ലെ? 20 സോ ഇത് 0. ഇതാണ് ഐഡിയ. ഓക്കെ, കംപ്ലീഷൻ ടൈം ഒന്ന് ബാക്കിയെല്ലാം കണ്ടുപിടിച്ചു. കംപ്ലീഷൻ ടൈം P1ന്റെ കംപ്ലീഷൻ ടൈം 9, P2 13, P3 20, P4 15. സോറി, എല്ലാം തെറ്റിക്കും അല്ലെ? P0യുടെ കംപ്ലീഷൻ ടൈം 3,
P1 9, P2 13, P3 20, P4 15. കറക്റ്റാണോ? ത്രീ 9 13 20 50. ആവറേജ് ടേൺ അറൗണ്ട് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം, അല്ലെങ്കിൽ ടേൺ അറൗണ്ട് ടൈം ഒക്കെ ടൈപ്പ് ചെയ്തേ, വെയിറ്റിംഗ് ടൈം ടൈപ്പ് ചെയ്തേ, ആവറേജ് പറഞ്ഞേ. ടേൺ അറൗണ്ട് ടൈം 3, 7, 9, 14, 7. ഓക്കെ. ആവറേജ് എട്ടാണോ? വെയിറ്റിംഗ് ടൈം പറഞ്ഞേ, വെയിറ്റിംഗ് ടൈം. Zero, 1, 5, 9, 5. 4 അല്ലേ? ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? എല്ലാവർക്കും കിട്ടിയോ? വാല്യൂസ് എല്ലാം കിട്ടിയല്ലോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് അടിച്ചേ. ഓക്കെ. അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കഴിയും. ഇനി നമുക്ക് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് കേട്ടോ, നോൺ പ്രീഎംറ്റീവും പ്രീഎംറ്റീവും. അത് നമുക്ക് അറിയാമായിരിക്കും, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. ടഫ് ആയിട്ടുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞു. അടുത്തെടുക്കട്ടെ? ഓക്കെ. നോൺ പ്രീഎംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. നോൺ പ്രീഎംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. അപ്പൊ ഇവിടുത്തെ ക്രൈറ്റീരിയ മോഡ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്രൈറ്റീരിയ എന്താ? പ്രയോറിറ്റി അല്ലേ? പ്രയോറിറ്റി മോഡ് നോൺ പ്രീഎംറ്റീവ്. ഓക്കെ. അപ്പൊ അതിന്റെ വാല്യൂസ് ഒക്കെ ഞാൻ ഒന്ന് എഴുതാം, നിങ്ങൾ തന്നെ ചെയ്തോ കേട്ടോ. PID, ഇത് പ്രയോറിറ്റി. ഈ പ്രയോറിറ്റി തരുമ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ചില സമയത്ത് ഹയർ നമ്പർ ആയിരിക്കും ഹയർ പ്രയോറിറ്റി. ഒരു റൂളും ഇല്ല, ചെറിയ നമ്പറാണ് ചെറിയ പ്രയോറിറ്റി, അല്ലെങ്കിൽ വലിയ നമ്പറാണ് ചെറിയ പ്രയോറിറ്റി, നമ്മൾ റൂളില്ല. അവർ പറയണം ഹയർ നമ്പറാണ് ഹയർ പ്രയോറിറ്റി, അല്ലെങ്കിൽ ചെറിയ നമ്പറാണ് ഹയർ പ്രയോറിറ്റി അവർ പറയണം. അല്ലെങ്കിൽ അംബിഗസ് സംഭവം, നമുക്കത് പിന്നെ വേറെ നമ്മുടെ രീതി ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം അവർ പറഞ്ഞത് നടക്കുള്ളൂ. അറൈവൽ ടൈം, ബർസ്റ്റ് ടൈം, completion time, turnaround time, waiting time. Process ID 1, 2, 3, 4, 5, 6, 7. Priority 2, 4, 6, 10, 8, 12, 9. Arrival time 0, 1, 2, 3, 4, 5, 6. Burst time 4, 2,
3, 5, 1, 4, 6. 1, 4, 6. 4, 2, 3, 5, 1, 4, 6. ചെയ്തോളൂ. ഇന്നത് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇവിടെ ഇത് മാത്രം നോക്കുക. ഹയർ പ്രയോറിറ്റി ഹയർ നമ്പർ ആണ്, ലോവർ നമ്പർ ആണ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എടുക്കേണ്ടത് ലോവർ നമ്പറിന് ലോവർ പ്രയോറിറ്റിയും ഹയർ നമ്പർ ഹയസ്റ്റ് പ്രയോറിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? 12 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി, 2 ആണ് ലോവസ്റ്റ്. ക്ലിയർ ആണല്ലോ? ചെയ്ത് നോക്കിക്കേ, ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ, കംപ്ലീഷൻ ടൈം പറഞ്ഞ്. ഓക്കെ, നമുക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റാ? ദിവ്യ കറക്റ്റ് ചെയ്തോ? ദിവ്യ കറക്റ്റ് ചെയ്തോ? എവിടെ മിസ്റ്റേക്ക് വന്നെന്ന് മനസ്സിലായോ? ഈ 425 ദിവ്യ കുറച്ചും കൂടെ കെയർഫുൾ ആയിക്കോ കേട്ടോ. നമുക്ക് ആക്യുറസി ഇമ്പോർട്ടന്റ് ആണ്. 425, 23, 9, 20, 13, 19. ഓക്കെ, അത് കറക്റ്റ് ആണെന്ന് തോന്നുന്നത്. 425, 23, 9, 20, 13, 19. ഓക്കെ, ഇനി ഞാൻ ചെയ്യാം കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 0-യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 0-യിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കോമ്പറ്റീഷൻ ആരും ഇല്ല അല്ലെ? കോമ്പറ്റീഷൻ ആരും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യാമല്ലോ. സോ 4 വരെ ചെയ്യുന്നു. സോ 4 വരെ P1 ചെയ്യുന്നു. P1ന്റെ പണി കഴിഞ്ഞു. P1 കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ സമയം 4 മണിയായി. ആരൊക്കെ വന്നിട്ടുണ്ട്? P2 വന്നിട്ടുണ്ട്, P3 വന്നിട്ടുണ്ട്, P4 വന്നിട്ടുണ്ട്, P5 വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 4 പേരാ കോമ്പറ്റീഷൻ ഉള്ളവരെ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി അല്ലെ നമ്മുടെ അൽഗോരിതത്തിൽ. ഓക്കെ, അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹയർ പ്രയോറിറ്റി ഉള്ള ആരാ? ഈ 4. ഇപ്പൊ വന്നിരിക്കുന്നത് P2, P3, P4, P5. ആർക്കാ ഹയർ പ്രയോറിറ്റി? വലിയ നമ്പറിന് ഹയർ പ്രയോറിറ്റി നമ്മൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു റൂളും ഇല്ല. എക്സാമിന് ചെറിയ നമ്പർ ഹയർ പ്രയോറിറ്റി ആയി വന്നേക്കാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ച ബുക്കിൽ 2, 3, 5. അപ്പൊ സോ P4നല്ലേ ഹയർ പ്രയോറിറ്റി. സോ P4 വരും. P4ന് എത്ര സമയം വേണം? P4ന് 5 അല്ലെ? P4ന് 5 വന്നു കഴിഞ്ഞാൽ 9. സോ P4 കഴിഞ്ഞു. അപ്പം സമയം 9 മണിയായി. 9 മണിയായപ്പോഴത്തേക്ക് ഷാനിയ പറഞ്ഞു. ഷാനിയ ചോദിച്ചോളൂ. സർ, അപ്പൊ അറൈവൽ ടൈം 1-ല് ഹയർ പ്രയോറിറ്റി ഉള്ളത് വന്നില്ലേ? അപ്പൊ അത് അറൈവൽ ടൈം 1-ല് 1 ആകുമ്പോ ഹൈ പ്രയോറിറ്റി 1 ആവുമ്പോ ഹൈ പ്രയോറിറ്റി വന്നിട്ടുണ്ട്. പക്ഷെ അൽഗോരിതം നോൺ പ്രിഎംറ്റീവ് ആണ്. പ്രിഎംറ്റീവ് ആയിരുന്നെങ്കിൽ അത് മുഖ്യം കേട്ടോ. നോൺ പ്രിഎംറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും CPU കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണി തീരാതെ കൊടുക്കില്ല, തിരിച്ചു കൊടുക്കില്ല. ഓക്കെ അല്ലേ? ആരൊക്കെ വന്നാലും അത് അവരെ ക്യൂവിൽ വെയിറ്റ് ചെയ്തോണം. കിട്ടിക്കഴിഞ്ഞു. കിട്ടിയില്ലെങ്കിൽ ആ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ആണ് കേട്ടോ. ക്ലിയർ ആണോ ഷാനിയ? ഓക്കെ, സോ ഇപ്പം 9 മണിയായി. 9 മണിയായപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആരൊക്കെ കഴിഞ്ഞു? ഇവർ രണ്ടുപേരും കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആരൊക്കെയാ? അപ്പൊ ഇത് 0. ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ 0 ആക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമ്മൾ എല്ലാവരെയും കോമ്പറ്റീഷനിൽ ഉൾപ്പെടുത്തണം. അപ്പൊ 1, 2 ഈ ആൾക്കാരെല്ലാവരും ഉണ്ട് അല്ലെ? ഇത് P4 കഴിഞ്ഞു, ബാക്കി എല്ലാവരും ഉണ്ട്. അതിൻ്റെ അകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? ഹയസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞോ. ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് പറഞ്ഞു. അടുത്ത ഞാൻ ആരാ പോണ്ടേ? എല്ലാവരും ഉണ്ട്. 2 പേരുടെ പണി കഴിഞ്ഞു. ഹയസ്റ്റ് പ്രയോറിറ്റി ആരുടെ? 12 അല്ലേ? 12 ആർക്കാ? P6 അല്ലെ? സോ P6ന് എത്ര ബേസ്റ്റ് വേണം? 4 ബേസ്റ്റ് ടൈം. സോ 9ഉം 4ഉം 13 അല്ലെ? സോ P6 കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തോളാം. പിന്നെ എല്ലാവരും ഓൾറെഡി ബാക്കിയുള്ളവരൊക്കെ ക്യൂ തന്നെ ഉണ്ട് അല്ലെ? ഇനി അടുത്ത ഹൈ പ്രയോറിറ്റി ഏതാ? 9 അല്ലേ? P7 അല്ലെ? P7 എത്ര സമയം വേണം? 6. സോ 19. 13ഉം 6ഉം 19. സോ P7. അടുത്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തത് ഇനി ആരാ ഹയസ്റ്റ് പ്രയോറിറ്റി? 4, 6, 8. P5 അല്ലേ? P5 1 മതി. സോ 19, 1, 20. P5 1 മാറി 0 ആവും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തത് ഹൈ പ്രയോറിറ്റി 6 അല്ലെ? P3 അല്ലെ? P3ക്ക് എത്ര വേണം? 3. സോ P3 23 ആവും അല്ലെ? സോ P3
P3 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇനി കോമ്പറ്റീഷൻ ഇല്ല അല്ലെ, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് എത്ര വേണം? സി 2. അപ്പൊ P2. സോ 23 2 25. സോ P2. സോ P1, P4, P6, P7, P5, P3, P2. കംപ്ലീഷൻ ടൈം ഒക്കെ എത്രയാ? കംപ്ലീഷൻ ടൈം P1ന്റെ കംപ്ലീഷൻ ടൈം 4, P2 25, P3 23, P4 9, P5 20, P6 13, P7 19 അല്ലേ? കറക്റ്റ് ആണോ? 4 25 23 4 25 23 9 20 13 19. ശരിയാണോ ഇത് കംപ്ലീഷൻ ടൈം? ആവറേജ് ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം ടൈപ്പ് ചെയ്ത പെട്ടെന്ന്. ടേൺ അറൗണ്ട് ടൈം 4 24 21 6 16 8 13. വെയിറ്റിംഗ് ടൈമോ 0 22 18 1 15 4 7. ഓക്കെ, ആവറേജ് എത്ര കിട്ടും? 13.14 ആണോ? 13.14. വെയിറ്റിംഗ് ടൈം ആവറേജോ 9.57 ആണോ വരുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നിർത്താം. ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ പ്രീഎംഷൻ വെച്ച് ചെയ്താം. പ്രീഎംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂൾ. പ്രീഎംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. ക്രൈറ്റീരിയ മോഡ്. ക്രൈറ്റീരിയ എന്താ? പ്രയോറിറ്റി. മോഡ് പ്രീഎംഷൻ. ഓക്കെ, വാല്യൂസ് ഒക്കെ സെയിം തന്നെയാ. നിങ്ങൾക്ക് ബുക്കിലുണ്ടെങ്കിൽ അത് വെച്ച് എഴുതിക്കോ കേട്ടോ. PID പ്രയോറിറ്റി, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം. കംപ്ലീഷൻ ടൈം കിട്ടിയിട്ട് ടൈപ്പ് ചെയ്തോ കേട്ടോ.
ആദ്യം ചെയ്യുന്നത് എന്താ? ആദ്യം ചെയ്യുന്നത് നമ്മൾ അറൈവൽ ടൈം 0-ല് ആരും ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അയാൾക്ക് എത്ര നേരം പോകാമെന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം അല്ലെ. അടുത്ത ആരെങ്കിലും വരുന്നത് വരെ നമ്മൾ സേഫാ അല്ലെ. കാരണം എന്താ? എന്റെ ഹയസ്റ്റ് പ്രയോറിറ്റിയാ. ഇതുവരെ ഉള്ളവരിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രയോറിറ്റി എന്റെയാ. ഇനി ആരെങ്കിലും വരുന്നത് വരെ എനിക്ക് ഓർമ്മ അല്ലെ. പക്ഷെ അടുത്ത ആൾ വരുന്നത് എപ്പോഴാ? അറൈവൽ ടൈം 1-ലാ. അതുകൊണ്ട് ഞാൻ അറൈവൽ ടൈം 1-ൽ നിർത്തി. ഓക്കെ, 4, 3 ഇപ്പൊ 2 പേര് വന്നു, 1-ഉം 2-ഉം വന്നു അല്ലെ. ഓക്കെ, അപ്പൊ ആ കൂട്ടത്തില് ഇനിയിപ്പോ നമ്മൾ ഡിസിഷൻ എടുക്കണം. ആർക്കാ ഹയർ പ്രയോറിറ്റി? P1-നാണോ P2-നാണോ ഹയർ പ്രയോറിറ്റി? P2 അല്ലേ ഹയർ പ്രയോറിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ P2-ന് കൊടുക്കുന്നു. സോ P2-ന് എത്ര നേരം ഉപയോഗിക്കാം? അടുത്ത ആൾ വരുന്നവരെ സേഫാ അല്ലെ. അടുത്ത ആൾ എപ്പോഴാണ് വരുന്നത്? രണ്ടാമത്തെ ടൈം യൂണിറ്റിൽ. സോ രണ്ടാമത്തെ ടൈം യൂണിറ്റിൽ P2 അടുത്ത ആൾ വരുന്നവർ, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എത്ര 1 ആയി മാറും അല്ലെ. അടുത്ത ആൾ വരുന്നവരെ സേഫ്. അപ്പൊ ഇവനും വന്നു. അപ്പൊ ഇവിടെ 3 പേര് ഇപ്പം കറന്റ്ലി ക്യൂവിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആരുടെയാ? 6 അപ്പം P3 6. അടുത്ത ആൾ വരുന്നത് 3-ലാ. അപ്പൊ നമുക്ക് 3 വരാൻ സേഫാ അല്ലെ. P3 ഇവിടെ 2 അല്ലെ. അപ്പൊ അടുത്ത ആളും വന്നു. അപ്പം ആ കൂട്ടത്തിൽ ആർക്കാണ് ഹയർ പ്രയോറിറ്റി? 10 അല്ലെ. P4-ന്റെ പ്രയോറിറ്റി. അപ്പൊ അവനാണ് ഹയർ പ്രയോറിറ്റി. സോ P4-ന് കൊടുക്കാം. P4-ന് കൊടുക്കാം. അപ്പൊ ഇവിടെ ടെസ്റ്റ് നോക്കിയേ. P4-ന് നമ്മളിപ്പോ കൊടുക്കുവാണെങ്കിൽ എവിടെ വരെ കൊടുക്കാം? തൊട്ടടുത്ത ആൾ വരുന്നത് എപ്പോഴാ? 4-ലാ. ഒന്നുകിൽ 4 വരെ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസിഷൻ കൂടെ എടുക്കാം. കാരണം എന്താ? തൊട്ടടുത്ത ആളുടെ പ്രയോറിറ്റി എന്റെ പ്രയോറിറ്റിയെക്കാളും ചെറുതല്ലേ. എന്റെ പ്രയോറിറ്റിയെക്കാളും ചെറുതാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് എവിടം വരെ പോവാം? 5 വരെ സേഫ് ആയിട്ട് പോവാം അല്ലേ. അത് മനസ്സിലായെങ്കിൽ കേസ് അടിച്ച് 5 വരെ സേഫ് ആയിട്ട് പോവാം. കാരണം 12 വരുന്നവരെ ഇനി 10 ആയിരിക്കുമല്ലോ വലിയ ആള് അല്ലേ. ഓക്കെ, സോ 5 വരെ സേഫ് ആയിട്ട് പോവാം. P4 അല്ലെ. അപ്പൊ ഇവിടെ 2 അല്ല 2 5 - 2 3 അല്ലെ. 3. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരൊക്കെ വന്നു? അറൈവൽ ടൈം 4-ല് P5-ഉം വന്നു. പക്ഷെ അവന്റെ പ്രയോറിറ്റി ചെറുതായതുകൊണ്ട് അവനെ ഉപേക്ഷിച്ചു. അടുത്ത അറൈവൽ ടൈം 5-ല് P6-ഉം വന്നു അല്ലെ. അപ്പൊ അവന്റെ ഹയർ പ്രയോറിറ്റി. അപ്പൊ നമ്മൾ അവന് കൊടുക്കണം, വിട്ടുകൊടുക്കണം അല്ലെ. അവന് വിട്ടുകൊടുക്കണം. പക്ഷെ ഇനി നോക്കിയ സംഭവം സേഫാ. കാരണം എന്താ? 12 ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി. എന്തൊക്കെ പ്രിയംശം വന്നാലും അവൻ ഇനി പുറത്തു പോകില്ല. കാരണം എന്താ? വേറെ ആരൊക്കെ വന്നാലും അവന്റെ തന്നെ പ്രയോറിറ്റി അല്ലേ വലുത്. അപ്പൊ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്തുകൂടെ നമുക്ക് അവനെ അല്ലെ. ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്തുകൂടെ? 4-0 വരെ ആവില്ലേ. ഓക്കെ, അപ്പം 9. അപ്പം ഇവിടെ P6 5 മുതൽ 5, 4, 9 അല്ലെ. P6 5, 4, 9. ഓക്കെ, ഇനി അപ്പോൾ സമയം 9 എല്ലാരും എത്തി. ഒരാളുടെ പണി കഴിഞ്ഞു, ഇവന്റെ പണി കഴിഞ്ഞു. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട് അല്ലെ. ഇനി വളരെ സിമ്പിൾ. ഇനി നമ്മൾ ഇതിപ്പോ എന്തായി മാറി? ഇതിപ്പോ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആയി മാറി. ഇതിപ്പം നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആയി മാറി. ശരിയാണോ? കാരണം ഇനി ആരും ഹൈ പ്രയോറിറ്റി വരാനില്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആള് ഫുള്ള് ചെയ്തു തീർക്കില്ലേ. യെസ് ഓർ നോ? ഇനി വേറെ ആരും പുതിയതായിട്ട് വലിയ പ്രയോറിറ്റി ആയിട്ട് വരാനില്ല. ഏറ്റവും വലിയ പ്രയോറിറ്റി മൊത്തം ചെയ്തും കഴിയും അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രയോറിറ്റി ആരുടെയാ? അടുത്ത പ്രയോറിറ്റി 10-ന്റെ അല്ലേ. ഹൈ പ്രയോറിറ്റി വാല്യൂ 10 അല്ലേ. P4 അല്ലേ. P4 മൊത്തം ചെയ്യാമല്ലോ. P4 0 ആവും അല്ലെ. സോ 9, 3 P4 9, 3, 12 അല്ലെ. P4 കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഓരോന്നും ഇപ്പൊ കഴിഞ്ഞു തീരും. അടുത്തത് ഇനി ഹയർ പ്രയോറിറ്റി ആരാ? 9 P7 അല്ലേ. P7 0 ആയി മാറും അല്ലെ. സോ 12-ഉം എത്ര ബേസ്റ്റ് ടൈം? 6-ഉം 18. സോ P7 അതും കഴിഞ്ഞു. അപ്പൊ അവന്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ആരാ ബാക്കി ഹയർ പ്രയോറിറ്റി? 4, 6, 8 അല്ലെ. P5 ഒന്നേ ഉള്ളൂ. സോ 18, 1, 19. സോ P5 അതും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഹൈ പ്രയോറിറ്റി 6 2 അല്ലെ. P3 അത് 0 ആവും. സോ 2. സോ 19, 2, 21 P3 അതും കഴിഞ്ഞു.
ഇനിത്തെ ഹയർ പ്രയോറിറ്റി P2 അല്ലെ, P2 1. സോ 22, P2 22. അതും കഴിഞ്ഞു. ഇനി കോമ്പറ്റീഷനേ ഇല്ല, ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ എന്തായാലും 0 ആവും. അപ്പൊ എത്രയാ? 3. 22 3 25. സോ P1. സോ കംപ്ലീഷൻ ടൈം 25, 22, 21, 12, 19, 9, 18. ശരിയാണോ? ശരിയാണെങ്കിൽ അസൈഡ് ചെയ്യ് വാല്യൂസ് ഒക്കെ. 25, 22, 21, 12, 19, 9, 8. ടേൺ അറൗണ്ട് ടൈം 25, 21, 19, 9, 15, 4, 12. ഇത് ശരിയാണോ? എസ് ആവറേജ് വെയിറ്റിംഗ് ടൈം 21, 19, 16, 4, 14, 6. പതിനഞ്ചും 11.43 ആണോ? 4.3 ആണോ കറക്റ്റ് വാല്യൂ? ഒന്ന് പറഞ്ഞേ. 4.3 ആണോ ദിവ്യ? 4.2 കിട്ടുന്നുണ്ടല്ലോ. 4.2 ആണോ 4.3 ആണോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. എത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? 4.28. അപ്പൊ 4.3 കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷാനിയ ഡൗട്ട് ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? ഇപ്പൊ പ്രിയംഷൻ വരുന്നത് നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഷാനിയ ചോദിച്ച ഡൗട്ട് പ്രിയംഷൻ ആണ്. അതൊന്നും ഓക്കെ. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയിക്കോട്ടെ. എന്താ അവസ്ഥ? യെസ്, വൈ? ഹലോ സർ, ചോദിച്ചോളൂ. ഈ ഹയസ്റ്റ് പ്രയോറിറ്റി ഹയസ്റ്റ് നമ്പറിനാണോ ലോവസ്റ്റ് നമ്പറിനാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരുമോ? വരാതെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അങ്ങനെ ഒരു റൂൾ ഇല്ല. ചെറിയ നമ്പർ ആയിരിക്കും. ഡിഫോൾട്ട് ആയിട്ട് എങ്ങനെ കൺസിഡർ ചെയ്യണം? ഡിഫോൾട്ട് ആയിട്ട് ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും പലതാ വരുന്നത് കേട്ടോ. ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചെറിയ നമ്പർ ഹയർ പ്രയോറിറ്റി തെറ്റിപ്പോകും, പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യനിൽ തരാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ സർ. ആ ഫൈൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറെ PSC ചോദിച്ച ചോദ്യങ്ങൾ ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ചെയ്തു. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഇപ്പൊ ചെയ്യണ്ട, ഇത് കോപ്പി ചെയ്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. നല്ല ക്വസ്റ്റ്യനാ. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ, അതായത് ഇതിപ്പോ 4 അൽഗോരിതം ഉണ്ട്. 4 അൽഗോരിതം ഒന്നും ഇങ്ങനെ PSC വരില്ല, പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ അൽഗോരിതവും വരുന്നത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഗേറ്റിന്റെ ഒരു ക്വസ്റ്റ്യനാ. ഇത്രയും ടഫായിട്ടൊന്നും PSC വരില്ല. അപ്പം ഇത് പക്ഷെ നിങ്ങൾ ചെയ്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുമോ അതോ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയക്കുമോ? എന്താ അവസ്ഥ? എന്താ വേണ്ടേ? റെസ്പോണ്ട് ചെയ്യൂ. കാണുന്നില്ല നിങ്ങൾ ക്വസ്റ്റ്യൻ. ഇപ്പം ചെയ്യുന്നോ അതോ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കുമോ? ഹോംവർക്ക്, വെരി ഗുഡ്. ഓക്കെ, ഹോംവർക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഹോംവർക്ക് ആട്ടോ ചെയ്യണം, എല്ലാരും ചെയ്യണേ. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നമ്മളിത് പ്രശ്നം എന്ന് അറിയോ, ഈ സംഭവം ഇനി നമ്മൾ ഒരു കാലത്ത് ഇത് ചെയ്ത്, കാരണം ഈ അൽഗോരിതംസ് ഒക്കെ നമുക്ക് സ്വയമേ ഒരു ബോധമുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ ചെയ്തായിരിക്കും. അതായത് പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്ത് നോക്കില്ല. ഓ ഫസ്റ്റ് കം ഫസ്റ്റ് എവിടെ എനിക്കറിയാം, റൗണ്ട് റോബിൻ ഇങ്ങനല്ലേ, അതെനിക്കറിയാം, അങ്ങനെ പോകത്തുള്ളൂ, നമ്മൾ മെനക്കെടത്തില്ല. അപ്പൊ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നിട്ട് അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഡൗട്ട് ഉള്ളവർക്ക് അപ്പൊ അത് മനസ്സിലാവുകയും ചെയ്യും. ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി വരച്ചൊക്കെ ഒന്ന്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് നിർത്തിയാലോ ഒന്ന്? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സർ, റെഡിക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ സ്ട്രക്ചർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെന്ന് സാർ ക്ലാസ് പറഞ്ഞായിരുന്നല്ലോ. അതെ, അത് ആ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണോ?
സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അല്ല. എന്താണ് അങ്ങനെ ചോദിച്ചത്? സർ ഒരു ഒരു റെഡി ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെറ്റീരിയലിലെ ഒരു പടമുണ്ട്. ആ കണ്ടായിരുന്നോ? PCBകളെല്ലാം ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പടം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. കണ്ടായിരുന്നു. അപ്പൊ ഹെഡിൽ നിന്ന് ഫസ്റ്റ് PCBയിലേക്ക് അത് പോകുന്നു അല്ലേ? ആ എന്നിട്ട് അടുത്ത ആളിന്റെ അടുത്ത PCBയിലേക്ക്, അടുത്ത ആളിന് അടുത്ത PCB. അതെന്താ? അപ്പൊ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണല്ലോ. അത് സാർ ഒരു വേറൊരു ക്വസ്റ്റ്യനിൽ കണ്ടു. റൗണ്ട് റോബിനിൽ ക്യൂ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണെന്ന് കണ്ടു. അതുകൊണ്ട് ഒരു ഡൗട്ട് വന്നോണ്ട് ഞാൻ ചോദിച്ചു. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, റൗണ്ട് റോബിൻ ഈ ഷെഡ്യൂളിംഗിൽ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ചോദിച്ചതാ. അതാ ഓപ്ഷനിൽ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയില്ല കേട്ടോ. ഞാൻ എന്തായാലും നോക്കട്ടെ. ആ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത ക്ലാസ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. അതിൻ്റെ അകത്ത് നമ്മുടെ ആ പടത്തില് ഹെഡും ടെയിലും കൊടുത്തേക്കുന്നുണ്ട്. ഹെഡ് എന്ന് പറയുന്നത് PCBയിൽ ഫസ്റ്റ് PCBയിലും ടെയില് അവസാനത്തെ PCBയിലേക്ക് കൊടുത്തേക്കുന്നത്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് സർക്കുലർ ആണെന്ന് പറയണമെങ്കിൽ അല്ലെ, നമ്മുടെ സർക്കുലർ നമ്മൾ അവസാനത്തെ നോഡിൽ നിന്ന് ലിങ്ക് എങ്ങോട്ട് പോകണം? ആദ്യത്തെ നോഡിലേക്ക് പോകണ്ടേ? അതല്ലേ ഡാറ്റ സ്ട്രക്ചർ കോൺസെപ്റ്റ്. അതെ. അങ്ങനെ അല്ലല്ലോ ആ പടത്തിലും, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പടത്തിലും അങ്ങനെയല്ല കാണുന്നത് കേട്ടോ. അപ്പൊ അതൊരു സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, ശരി. ആരാ ഇത്? പേര് പറയാമോ? സൂസൻ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ അതുപോലെ തന്നെ ഓപ്ഷൻ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് സർ. ഷെഡ്യൂളർ വിച്ച് സെലക്ട്സ് പ്രോസസ്സസ് ഫ്രം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഇസ് കോൾഡ്. അത് ലോങ് ടേം ഷെഡ്യൂളർ അല്ലേ അതിന്റെ കറക്റ്റ് ആൻസർ? അതിലും ഒരു മീഡിയം ടേം ഷെഡ്യൂളർ ഓപ്ഷൻ തെറ്റാണോ? ഒരുപാട് തെറ്റുകളുണ്ട്. നിങ്ങൾ അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണ്ട. എനിക്കറിയാം, അതായത് കുറെ തെറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊക്കെ ഒന്ന് എനിക്ക് നിങ്ങൾ കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അല്ലെ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? PSC ക്വസ്റ്റ്യൻസ് അതേ നമ്പറിൽ ഞാൻ സ്ലൈഡിൽ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ അകത്ത് നിങ്ങൾ കുറെ പേര് നോക്കിയിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യൻ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഇത് എങ്ങനെ ശരിയാവും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ എനിക്കൊന്ന് പേഴ്സണലി ഒന്ന് വാട്സാപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ അത് നന്നായിട്ട് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ നമ്പറുകൾ മാത്രം, അതായത് കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻസ് അത് മാത്രമല്ല, ഞാൻ എല്ലാം ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. അപ്പൊ പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഓപ്ഷൻ ഒക്കെ ഇവരൊക്കെ ക്വസ്റ്റ്യൻ പലയിടത്തു നിന്നൊക്കെ കോപ്പി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒരു എന്താ പറയാ, ഒരു ആധികാരികത ഒന്നും പറയാൻ പറ്റില്ല. ആ ഓപ്ഷൻ അങ്ങനെ വന്നുകൊണ്ട് അവർ പറയുന്നൊന്നും ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവരുടെ തെറ്റ് നമുക്ക് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയും ഓപ്ഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ആംബിഗ്യൂറ്റി ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അയക്കരുത്. ഭയങ്കര സിവിയർ ആയിട്ട് തോന്നുന്നത് മാത്രമേ അയക്കൂ കേട്ടോ. അല്ല ഒരു 25 ഇത് മൊത്തം പ്രശ്നമാണ് സാറേ എന്ന് പറയുന്നത്. ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഒരു തരത്തിലും കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല സാറേ. നോക്കാം. ഓക്കെ, ശരി. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ അമ്മ, ഹലോ സർ. കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ജോർജാണോ അത്? ഗൂഗിൾ ചെയ്യുന്നപ്പോ SRTFന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതാണ്. പക്ഷെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ജോർജ്ന പ്രവീൺ എന്നാണ് പേര് അല്ലെ? വിത്ത് ദ യൂസ് ഓഫ് SRTF the execution of 3 processes is as follows. For the process A is scheduled first and A has been running for 6 units of time. The process B is arrived process. ഇത് ഈ ലെവലിൽ നിങ്ങൾക്ക് വരില്ല കേട്ടോ. ഗേറ്റ് ലെവലാട്ടോ, PSCക്ക് വരില്ല കേട്ടോ. ഓക്കെ, ഞാൻ പല ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത്രയും നമുക്ക് PSCക്ക് 1 മാർക്കിനല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അത്രയും അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല കേട്ടോ. ഓക്കെ, ഇതൊന്ന് ക്വസ്റ്റ്യൻ എനിക്ക് അയച്ചേക്കും. ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊന്ന് വാട്സാപ്പിൽ അയച്ചേക്കും കേട്ടോ. നിങ്ങൾ നെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കിട്ടും. ഒരുപാട് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ 5 മിനിറ്റ് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും മിനിമം. സോ അതൊന്നും അത്രയും ലെവലിലേക്ക് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇതെനിക്ക് എന്തായാലും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചേക്കാം. ശരി, ചെയ്യണോ? നമുക്ക് ഡിസ്കസ് ചെയ്യണോ? എന്താ അവസ്ഥ ജോത്സ്ന? ഡിസ്കസ് ചെയ്യണം തോന്നുന്നുണ്ടോ? ചെയ്യണമെങ്കിൽ ചെയ്യാം.
എങ്ങനെ ചെയ്യാന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അല്ല, ഇതിപ്പോ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വിത്ത് ദ യൂസ് ഓഫ് SRTF the execution of 3 processes is as follows. Okay, process A is scheduled first. Shortest remaining time first, അല്ലേ? Execution of 3 processes. Okay, the process A is scheduled first and A has been running for 6 units of time. Okay, the process B is arrived. Process B ran for 2 is arrived and process B runs for 2 units of time. Later process C is arrived and completed running in 4 units of time. Find the minimum possible burst time of process A and B. A വന്നു, പടം ഒന്ന് വരച്ച് നോക്കിയേ. ആ പറഞ്ഞോളൂ, ആരാണ്? ജോത്സ്ന പോയോ? ജോത്സ്ന പോയോ? ഇല്ല സാർ. കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിത്ത് ദ യൂസ് ഓഫ് SRT ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. അപ്പം ആ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മളിപ്പം നമ്മളെക്കാളും ചെറിയ ആൾക്കാർ വന്നാൽ മാത്രമേ നമ്മൾ മാറിക്കൊടുക്കത്തുള്ളൂ, അല്ലേ? അപ്പം ആദ്യത്തെ പ്രോസസ്സ് A ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മൊത്തം 3 പ്രോസസ്സാണുള്ളത്, ABC. ആദ്യത്തെ പ്രോസസ് A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് A ഈസ് ഷെഡ്യൂൾഡ് ഫസ്റ്റ് ആൻഡ് A ഹാസ് ബീൻ റണ്ണിങ് ഫോർ 6 ടൈം യൂണിറ്റ്. അതിന്റെ അർത്ഥം ഈ 6 വരെ വേറെ ആരും ഇതിനേക്കാളും ചെറുത് വന്നിട്ടില്ല, അല്ലെ? വേറെ ആരും ചെറുത് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് 6 എത്തിയപ്പോഴത്തേക്കാണ് B വന്നത്. B is arrived and the process B is arrived. Process B ran for 2 time units of time. അപ്പൊ B 2 time units of time റൺ ചെയ്തപ്പോൾ C വരുന്നു, Cക്ക് കിട്ടി. അപ്പൊ എന്തായാലും ബിയുടെ വാല്യൂ എന്തായിരിക്കണം? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണല്ലേ? 8 എത്തിയപ്പം ഈ സിയുടെ 4 പറയുന്നുണ്ടല്ലോ അല്ലെ? കംപ്ലീറ്റഡ് റണ്ണിങ് ഇൻ 4 യൂണിറ്റ്സ് ഓഫ് ടൈം. ഇത് 4 ആവണമെന്നുണ്ടെങ്കിൽ ഇത് 4നേക്കാളും ഇവിടെ എത്തുമ്പോൾ ബിയുടെ വാല്യൂ 4നേക്കാളും വലുതായിരിക്കണ്ടേ? അതുകൊണ്ടല്ലേ സിക്ക് നമ്മൾ കൊടുത്തത്. അപ്പം എന്തായാലും ബിയുടെ വാല്യൂ അല്ലെ 5 ആയിരിക്കണം അല്ലെ? കീർത്തി വാര്യർ, ബിയുടെ വാല്യൂ മിനിമം 5 ആയാൽ മാത്രമല്ല ഈ പ്രോസസ് നടക്കത്തുള്ളൂ. ക്ലിയർ ആണോ അത്? അല്ലെ? ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ ഇവിടെ 4 ആവുമ്പോഴത്തേക്ക് ബിയുടെ വാല്യൂ 5 ആയിരുന്നെങ്കിൽ 4 ആവുമ്പോഴത്തേക്ക് അടുത്ത ആള് വന്നു. അങ്ങനെ കിട്ടത്തില്ലല്ലോ. 5 പോരല്ലോ, മതിയോ? 5 ആവുമ്പോഴത്തേക്ക് ടൈ ആവില്ലേ? ഇവിടെ ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ 4 അല്ലേ? അല്ല, ഇവിടെ ബി എത്ര യൂണിറ്റ് റൺ എന്ന് പറഞ്ഞേ? ബി റൺ ഫോർ 2 യൂണിറ്റ്സ് ഓഫ് ടൈം അല്ലേ? 2 യൂണിറ്റ്സ് ആണ്. അപ്പം ബിയുടെ വാല്യൂ 3 അല്ല 5 ആയേ പറ്റൂ, വേറെ ഒന്നും നടക്കത്തില്ല. 5 ആണെങ്കിൽ 2 യൂണിറ്റ് 3 ആയി മാറും അല്ലേ? കറക്റ്റ് അല്ലേ? ബിയുടെ വാല്യൂ 5 ആയല്ലേ? ഓക്കെ ആണോ? അത് സപ്പോർട്ട് ചെയ്യുന്നോ? ബാക്കിയുള്ള നോക്കിയേ. ബിയുടെ വാല്യൂ 5 ആണ്. അപ്പം 2 യൂണിറ്റ് ഓഫ് ടൈം ഇവൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 3 ആവും. ഇപ്പൊ വന്ന ആളുടെ വാല്യൂ എന്താണ്? ഇപ്പൊ വന്ന ആളുടെ വാല്യൂ 4 ചെറുതാണെങ്കിൽ മാത്രമേ കയറുള്ളൂ അല്ലെ? 5 പോരല്ലോ അവിടെ. ബിയുടെ വാല്യൂ എന്താണ് അപ്പം? സർ ബിയുടെ വാല്യൂ മിനിമം, അതായത് മിനിമം 6 ആവണ്ടേ? 6 നിൽക്കും. അത് 6 2 4 6 7 ആവണം അല്ലെ? 6 വലുതാവണം. 6 വലുതാവണം. അപ്പൊ ബിയുടെ വാല്യൂ 7 ആയി കഴിഞ്ഞാൽ ഈ ബി 2 ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ബിയുടെ വാല്യൂ 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താ ഉള്ളൂ? സിയുടെ 4 വരുമ്പോൾ കിട്ടുള്ളൂ. കറക്റ്റാണോ?
ബിയുടെ വാല്യൂ 7 ആയിരുന്നെങ്കിൽ ഈ 2 ചെയ്തപ്പോൾ ഇപ്പം ബിയുടെ വാല്യൂ 5 ആയി. ഇപ്പം ബിയുടെ വാല്യൂ 5 ആയി, ബേഴ്സ് ടൈം 5 ആയി, സിയുടെ ബേഴ്സ് ടൈം 4. അങ്ങനെയാണെങ്കിൽ എല്ലാം ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ആരുടെ ആവണം? സി കിട്ടത്തുള്ളൂ. കറക്റ്റാണോ? കറക്റ്റാണോ? ഓക്കെ. അപ്പൊ എയുടെ വാല്യൂ എന്താവണം? എയുടെ വാല്യൂ 6 കഴിഞ്ഞപ്പോൾ ഈ ബിയുടെ വാല്യൂ 5 കിട്ടിയത്. ബിയുടെ വാല്യൂ 7 ആയിരുന്നു. 7-നേക്കാളും കൂടുതലായിരിക്കും ഇവിടെ എത്തുമ്പോ അല്ലെ? ഇവിടെ എത്തുമ്പം 7-നേക്കാളും കൂടുതൽ ആയതുകൊണ്ടല്ലേ ബിക്ക് ചാൻസ് കിട്ടിയത്. പോയോ ജോത്സ്ന? അല്ലേ? എയുടെ വാല്യൂ ഇവിടെ എത്തിയപ്പോൾ 7-നേക്കാളും കൂടുതലായോണ്ടല്ലേ ബിക്ക് ചാൻസ് കിട്ടിയത്. ആണോ? ബിക്ക് 7-ഉം സിക്ക് 4-ഉം ആണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എത്തുമ്പോ 7-നേക്കാളും കൂടുതലാവണം അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ എത്തുമ്പോ 8 ആവണം. 8-ഉം 6-ഉം 14 അല്ലെ? കീർത്തി വാല്യൂ 14. സോ എയുടെ വാല്യൂ എന്താവണം? 14. 14, 7, 4 ആണോ ആൻസർ? കീർത്തി വാര്യർ 14, 7, 4 ആണോ ആൻസർ? ഹലോ സർ, അറിയില്ല, ഞാൻ ഇതിന്റെ കൂടെ ആലോചിച്ചപ്പോ അല്ല കറക്റ്റാ കേട്ടോ, കറക്റ്റാ. ജോസ്ന അവിടെ കൊടുത്തേക്കുന്ന ആൻസർ എന്താ? ആൻസർ ഇല്ല സാർ. ഇത് കറക്റ്റാ കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയണോ ജോസ്ന? ഇപ്പൊ കേട്ടോ, ഞാനിപ്പോ 14, 7, 6 വെച്ചിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 14 ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ നമ്മൾ പറയുന്നത് എ ഈക്വൽ ടു 14, ബി ഈക്വൽ ടു 7, സി ഈക്വൽ ടു 4 ആയിരുന്നു ബേഴ്സ് ടൈം എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഈ സംഭവം വന്നേക്കുന്ന പോലെ വരുമെന്ന് നോക്കാം. സോ എ ആദ്യം വന്നു, 6 ടൈം യൂണിറ്റ് ചെയ്തു. 6 ടൈം യൂണിറ്റ് ചെയ്യുമ്പോൾ 14 - 6 എത്രയാ? 14 - 6 8 അല്ലേ? 8 ആണ്. അപ്പം ആ രണ്ടാമത്തെ ആൾ ഇപ്പോഴാ വന്നേക്കുന്നത് ബി. അവന്റെ 7 ആണ്. മാറിക്കൊടുക്കണോ വേണ്ടയോ? മാറിക്കൊടുക്കണം അല്ലെ? അങ്ങനെയാണ് ബിക്ക് കിട്ടിയത്. ബിക്ക് 7 ആയിരുന്നു. ബി എത്ര ടൈം യൂണിറ്റ് ചെയ്തെന്നാ പറയുന്നത്? 2 ടൈം യൂണിറ്റ് ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ ഇത് 5 ആയി മാറില്ലേ? 5 ആയി മാറും. അപ്പൊ സി വരുന്നു 4-ആയിട്ട്. സിക്ക് മാറിക്കൊടുക്കണമെങ്കിൽ ഈ വാല്യൂ കറക്റ്റ് അല്ലേ? ഇപ്പൊ സി വന്നു കഴിഞ്ഞാൽ സി ചെറുതായില്ലേ അല്ലേ? സി ചെറുതായതുകൊണ്ട് നമ്മൾ സിക്ക് മാറിക്കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് സി തീർക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അവിടെ അത്രയും ഇൻഫർമേഷനാണ് പറഞ്ഞേക്കുന്നത്. സോ പുറകിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഓപ്ഷൻസിൽ അങ്ങനെ 14, 7 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ല. എവിടെ ക്വസ്റ്റ്യൻ കണ്ടത്? അത് ഗേറ്റ് ഓവർഫ്ലോയില് കണ്ടതാണ്. വേറെ എന്തത്തെ ഒന്നുമില്ല. ഫൈൻഡ് ദ മിനിമം പോസിബിൾ ബേഴ്സ് ടൈം ഓഫ് ഇത് കംപ്ലീറ്റഡ് ഫോർ. ഇത് കറക്റ്റ് ആയിട്ടോ, വേറെ ഒന്നും ഇല്ല പറയുന്നത്. വിത്ത് ദ യൂസ് ഓഫ് SRTF execution of 3 processes and follow. Process A is scheduled first. A has been running 6 units of time. Process B is arrived. Process B has run for 2 units of time. Later process C is arrived and completed running in 4 units of time. Correct ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല ആൻസർ. 14-7-4 ആണ് ആൻസർ. അതെ, ചെയ്തു വാങ്ങിക്കോ. മനസ്സിലായോ? ശരിക്കും മനസ്സിലായതാണോ? മനസ്സിലായി. എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ ഈ ലെവലിലൊന്നും നമുക്ക് വരില്ല കേട്ടോ. ഇതൊക്കെ നോക്കണ്ട. ഈ ലെവലിൽ പോകാനാണെങ്കിൽ നമ്മൾ ഒരു കാലത്തും പഠിച്ചില്ല. അത്രയ്ക്ക് നമ്മൾ ഗേറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരും. നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ PSCക്ക്. ഓക്കെ, ശരി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി, വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു.